നമസ്കാരം. ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത കേരളം ഇവിടെ തുടങ്ങുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളും ന്യൂസ് 8 തെരഞ്ഞെടുപ്പിനായി പൂർണ്ണ സജ്ജരാണ്. അതിന്റെ ഭാഗമായി കേരളം പറയുന്ന രാഷ്ട്രീയം എന്താ എന്ന് ചർച്ച ചെയ്യാൻ ഇന്ന് ന്യൂസ് 8 പൊളിറ്റിക്കൽ കോൺക്ലേവ് നടക്കുകയാണ്. ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് പൊളിറ്റിക്കൽ കോൺക്ലേവിന്റെ തത്സമയം എത്തിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട 3 നേതാക്കളും 3 മുന്നണി നേതാക്കളും ഞങ്ങൾക്കൊപ്പം ഇന്ന് പൊളിറ്റിക്കൽ കോൺക്ലേവിൽ ചേരുമെന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. തുടക്കത്തിൽ തന്നെ എന്തായാലും ഇന്നത്തെ ദിവസം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ഇന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും നമുക്ക് പ്രധാന വാർത്തകൾ നോക്കി തിരിച്ചു വരാം. പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥിയെ ഇന്ന് തീരുമാനിക്കും. ജെക്സി തോമസിന് മുൻതൂക്കം. പ്രഖ്യാപനം നാളെ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. കേരളം പറയുന്ന രാഷ്ട്രീയം എന്താ? ന്യൂസ് 8 പൊളിറ്റിക്കൽ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസ് ഇന്ന് ലോകായുക്ത പരിഗണിക്കാം. വാദം കേൾക്കുന്നത് 3-അംഗ ബെഞ്ച്. പാർലമെന്റിൽ സർക്കാരിനെതിരെ കടുപ്പിക്കാൻ പ്രതിപക്ഷം. അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷനിൽ പ്രതിഷേധിക്കും. ചലച്ചിത്ര അക്കാദമി അവാർഡ് കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. പ്രഖ്യാപനം റദ്ദാക്കണമെന്ന ആവശ്യം. സർക്കാരിനോട് മറുപടി തേടി കോടതി. അങ്ങനെ നമ്മൾ വിശദമായ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. പുതുപ്പള്ളിയിൽ പോരാട്ടച്ചൂട്. പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നറിയാം. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. 2 തവണ മത്സരിച്ച ജെക്സി തോമസിന്റെ പേരിനാണ് മുൻതൂക്കം. കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റജി സക്കറിയ, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർഗീസ് എന്നിവരുടെ പേരും ചർച്ചകളിലുണ്ട്. നാളെ ജില്ലാ കമ്മിറ്റി ചേർന്ന ശേഷം കോട്ടയത്താകും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമുണ്ടാകുക. നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ G ശ്രീജിത്തും കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം തന്നെ G ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പുതുപ്പള്ളി ചർച്ചകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. പുതുപ്പള്ളിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഔദ്യോഗികമായി വന്നിട്ടില്ല. പക്ഷേ ജെക്സി തോമസ് എന്ന പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ജയിക്ക് എന്ന പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. CPM നേതാക്കളുമായി ആശയവിനിമയം നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു ചർച്ചകളിലേക്കാണ് CPM കടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കൂടി ഇക്കാര്യത്തിൽ അംഗീകാരം തേടേണ്ടതുണ്ട്. അതായത് കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തേണ്ടതുണ്ട് പുതുപ്പള്ളിയിൽ. അത് ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയിൽ അതിൽ പിൻവലിഞ്ഞു നിൽക്കുന്നത് ഉചിതമാകില്ല. മറ്റേതെങ്കിലും ഒരു നേതാവിനെ അവതരിപ്പിക്കുന്ന ഉചിതമാവില്ല. മാത്രമല്ല, ജയിക്കിനെയാണ് സമീപകാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തി ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ച നേതാവ് എന്ന നിലയിൽ CPM തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നേതാവിനെ മാറ്റി നിർത്തി മറ്റേതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്നാൽ അതൊരു മത്സര ചൂടിലേക്ക് കാര്യങ്ങൾ എത്തില്ല, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തില്ല, ഒരു സാധാരണ നിലയിലുള്ള ഒരു സാധാരണ മത്സരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് ജയിക്ക് തന്നെ വരട്ടെ എന്നൊരു ചർച്ചകളിലേക്ക് CPM കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും നടപടിക്രമങ്ങളുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നാളെ ജില്ലാ സെക്രട്ടേറിയറ്റ്, തുടർന്ന് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി. ഈ യോഗങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നാളെയായിരിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പുതുപ്പള്ളിയിൽ നാളെ കോട്ടയത്ത് നടക്കുന്ന ഈ യോഗങ്ങളിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. എന്തായാലും ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. LDF അതിന്റെ അവസാന ഘട്ട പ്രഖ്യാപനത്തിലേക്ക് എത്തുകയാണ്. BJPയും 1-2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതോടെ പുതുപ്പള്ളിയുടെ മത്സര ചിത്രം തെളിയും. എന്തായാലും വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ
നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുകയാണ്. 17 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. മാത്രമല്ല അന്ന് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തി. നേരത്തെ ജൂലൈ 1 വരെയുള്ള പട്ടിക പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഇതിനെതിരെ ഇടതുമുന്നണി പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ്, ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക, അതിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുകയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എന്ന അതിശക്തനായ നേതാവ് ഒരു വശത്തുണ്ടായിട്ട് പോലും ജയ്ക്ക് എന്ന യുവ നേതാവ് നേടിയ ഒരു വലിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ആ ഒരു മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിലും LDF-ന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? അതിന് പുതുപ്പള്ളി അനുകൂലിക്കുമോ LDF-നോട്? തീർച്ചയായും അത് കാത്തിരുന്ന് കാണേണ്ട ഉത്തരമാണ് ഭവ്യ. തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രവചനങ്ങൾ ഒരു പരിധിവരെ അസാധ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ് എന്ന് പൊതുവെ ഇടതുമുന്നണി അടക്കം വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട മരണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം, ഉമ്മൻചാണ്ടിയോട് കേരളമാകെ കാണിച്ചൊരു സ്നേഹം, ഒപ്പം തന്നെ പുതുപ്പള്ളിയിൽ കണ്ട വലിയ ജനസാഗരം, അതിനുശേഷം കല്ലറയിൽ കണ്ട തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ഉമ്മൻചാണ്ടി എന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ജനങ്ങൾക്ക് വലിയ സ്നേഹമാണ് ഉള്ളത് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നേതാക്കളും എല്ലാം വിലയിരുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ വൈകാരികത അവിടെയുണ്ട്. അവിടെയാണ് ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കാൻ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നത്. ആ വികസന ചർച്ചകളടക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ ചർച്ചകൾക്കിടയിൽ എത്രത്തോളം തങ്ങൾക്ക് അനുകൂലമാക്കി, ആ ചർച്ചകളിലൂടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. എന്തായാലും അതിനുള്ള തുടക്കമാണ് ഇന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ, ഇന്ന് നാളെയൊക്കെ നടക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഇടതുമുന്നണി ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും മണ്ഡലത്തിൽ നിരവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ നേതാവ് തന്നെയാണ് ജെയ്സി തോമസ്. അതും ഉമ്മൻചാണ്ടി എന്ന അതികായനോട്. ആ ഒരു പരിഗണന ജയിക്കിന് പുതുപ്പള്ളി, ഈ പുതുപ്പള്ളി മണ്ഡലത്തിലെ മണർകാട് പഞ്ചായത്തിൽപ്പെട്ട ആളുമാണ്. കഴിഞ്ഞ തവണ മണർകാട് പഞ്ചായത്തിൽ ജയിക്ക് മുന്നിലെത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്പം കൂടി രാഷ്ട്രീയമായി വ്യത്യസ്തമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം മാറ്റാൻ പ്രചരണത്തിലൂടെ ഇടതുമുന്നണിക്ക് കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് അതിന്റെ ഒരു ഉത്തരം കൂടി അനുസരിച്ചിരിക്കും പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഭവ്യ, ഞാൻ എന്തായാലും ശ്രീജിത്തിലേക്ക് തിരികെ എത്താം. ഇപ്പം നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. എന്തായാലും ഇന്ന് LDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ ഇന്ന് അറിയാമെന്നാണ് മനസ്സിലാക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. UDF ആണെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും ഇലക്ഷൻ പ്രചരണങ്ങളുമൊക്കെ ആരംഭിക്കുകയും ചെയ്യും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമോ? എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ന് പ്രഖ്യാപനമുണ്ടാകില്ല. ഇന്ന് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ധാരണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുപ്പള്ളിയിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു ധാരണയെത്തും. നിലവിലുള്ള സൂചന പ്രകാരം ജെയ്ക്ക് തോമസ് വീണ്ടും, അതായത് 3ാം തവണയും പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ തന്നെയാകും സാധ്യതയെന്നാണ് ഇപ്പോൾ കരുതുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജെയ്ക്ക് തോമസിന് 2 തവണ ഉമ്മൻചാണ്ടിയോടൊപ്പം മത്സരിച്ച് പ്രദേശവാസിയാണ്. ഒപ്പം 2 തവണ മത്സരിച്ച് അതിൻ്റെ പരിചയമുണ്ട്. കൂടാതെ 2 തവണ, ആദ്യ തവണ മത്സരിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ, മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞ തവണ ജെയ്ക്കിന് കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ജെയ്ക്കിന് അനുകൂലമാകുന്നു. ഒപ്പം യുവാവ് എന്നൊരു പരിഗണന, ചാണ്ടി ഉമ്മന് ഒപ്പം യുവാവ് എന്നൊരു പരിഗണന കൂടി ജെയ്ക്കിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതുകൂടാതെ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റജി സക്കറിയ, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർഗീസ് എന്നിവരുടെ പേരും ചർച്ചയിലുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിൽ എത്തും. ഒരുപക്ഷെ ജെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ജെയ്ക്കിന് മറ്റ് ചില ആലോചനകൾ കൂടി CPM-നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സുപ്രധാനമായ മണ്ഡലത്തിൽ ജെയ്ക്കിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനയുണ്ട്. അതുകൊണ്ട് ആണ് ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റൊരു മത്സരത്തിൽ മത്സരിക്കുകയും
അതിൻ്റെ വിജയസാധ്യത ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി വരികയും ചെയ്തു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജയിക്ക് വീണ്ടും മത്സരിക്കുമ്പോൾ അതൊരു പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വിശദമായി LDF ഇന്ന് CPM ചർച്ച ചെയ്യും. CPM ചർച്ച ചെയ്ത ശേഷം നാളെയാണ് പ്രഖ്യാപനം ഉണ്ടാകുക. നാളെ കോട്ടയത്തായിരിക്കും അതിൻ്റെ പ്രഖ്യാപനം നടക്കുക. അതേസമയം 4 ദിവസം നിൽക്കുന്ന നേതൃയോഗമാണ് CPM ചേരുന്നത്. പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ തീരുമാനിച്ചതാണ് ഈ 4 ദിവസത്തെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റ് യോഗം. പക്ഷേ നാളെ സെക്രട്ടേറിയറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടക്കം പ്രമുഖ നേതാക്കളെല്ലാം കോട്ടയത്തേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം തുടർച്ചയായ 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. എന്തായാലും വിശദമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഈ 2 ദിവസത്തെ സെക്രട്ടേറിയറ്റിലും 2 ദിവസത്തെ സംസ്ഥാന സമിതിയിലും കൂടി CPM ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി, രാഷ്ട്രീയമായി എങ്ങനെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇന്നത്തെ സെക്രട്ടേറിയറ്റിലും അതിനുശേഷം 2 ദിവസം നടക്കുന്ന സംസ്ഥാന സമിതിയിലും ചർച്ച ചെയ്യും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന 2 പ്രധാന വിവാദങ്ങൾ, ഒന്ന് സ്പീക്കറുടെ പരാമർശത്തെ തുടർന്നുണ്ടായ മിത്ത് വിവാദം, അതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന CMRLന്റെ CMRLന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വീണ വിജയൻ്റെ പേര് ഉയർന്നു വന്ന മാസപ്പടി വിവാദം, ഇത് രണ്ടും ഒരുപക്ഷെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഉമേഷ്, ഒരു കാര്യം കൂടി, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വളരെ നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് പ്രത്യേകിച്ചും ആഘോഷ ദിവസങ്ങൾക്കൊക്കെ നടുവിലായിപ്പോയി ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന് LDFും UDFും ഒരേപോലെ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണ്? ഇത്തരത്തിൽ UDF കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും LDF ഔദ്യോഗികമായി തന്നെ സംസ്ഥാന സമിതി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള സാധ്യത വളരെ വിരളം, അല്ലെങ്കിൽ ഒരുപക്ഷെ 10% താഴെ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നേതൃത്വവും കരുതുന്നത്. UDFും LDFും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള സാധ്യത നിലവിലില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ സാധ്യതയില്ല എന്ന് കണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. UDF ഒരുപടി മുന്നിലെത്തുകയും ചെയ്തു. ഒപ്പം LDF ഇന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി LDFും രാഷ്ട്രീയ രംഗത്ത് വലിയ ആവേശത്തോടു കൂടി തന്നെ പ്രചാരണ രംഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് BJPയും മറ്റ് സ്വതന്ത്ര പാർട്ടികളും അടക്കമുള്ളവർ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് ന്യായമായ ആവശ്യമായി തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരുപക്ഷെ അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ശരി, ഞാൻ ശ്രീജിത്തിലേക്ക് കൂടി പോവുകയാണ് ഒരിക്കൽ കൂടി. ശ്രീജിത്ത്, എന്തായാലും UDFന്റെ പ്രചരണങ്ങൾ കൊഴുക്കുകയാണ് പുതുപ്പള്ളിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതു വിധത്തിലാണ്? അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി എന്ന അധികായനു നൽകിയ, പുതുപ്പള്ളി നൽകിയ അതേ സ്വീകാര്യത മകൻ ചാണ്ടി ഉമ്മന് നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ UDF ഇപ്പോഴും ഉള്ളത്? തീർച്ചയായും അതുണ്ട് ഭവ്യ. അങ്ങനെ ചില വിലയിരുത്തലുകൾ തന്നെയാണ് UDFനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും UDF ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ഈ നേതാക്കളുടെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യത്തിൽ തന്നെ കോട്ടയത്ത് ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഉണ്ടായത്, അതായത് പുതുപ്പള്ളിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ ആർക്കൊക്കെ ചുമതല എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടായി. ശനിയാഴ്ച മുതൽ അതായത് നാളെ മുതൽ ഈ മണ്ഡലത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണം ആരംഭിക്കും. 14-ാം തീയതി പാമ്പാടിയിൽ വെച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. അത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ഏതാണ്ട് പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ 14-ാം തീയതി ആയിരിക്കാം നോമിനേഷൻ സമർപ്പണവും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ. അത് സംബന്ധിച്ചുള്ള അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ചാണ്ടി ഉമ്മന്റെ വാഹന പ്രചരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇനിയും തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് വളരെ അടുത്ത് തന്നെ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഒന്ന് UDFന് 53 വർഷമായി വിജയിക്കുന്ന മണ്ഡലമാണ്. 2 ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ളവരുമാണ് ഈ മണ്ഡലത്തിലാകെ പൊതുവെ ഉള്ളത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മരിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു സഹതാപം തരംഗം കൂടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് UDFനുള്ള. അത് മാത്രമല്ലാതെ LDFും
അത്തരം സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ ചർച്ചകളിലേക്ക്, രാഷ്ട്രീയ ചർച്ചകളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ കടക്കാനുള്ള സാധ്യതയും ഇനിയുള്ള ദിവസങ്ങളിലുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് പോലെ അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും എന്താകും പുതുപ്പള്ളിയുടെ ഒരു വിധി എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരിക. എന്തായാലും നിലവിൽ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഭവ്യ, ശരി, വളരെയധികം നന്ദി. ജി ശ്രീജിത്തും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും ഉമേഷിലേക്ക് തന്നെ പോവേണ്ടതുണ്ട്. എന്തായാലും മിത്ത് വിവാദവും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് ഉയരാൻ സാധ്യതയുണ്ട്. ഉമേഷ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഉമേഷ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായി ഇന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണം അതുതന്നെയാണ്. അതോടൊപ്പം തന്നെ CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ മിത്ത് വിവാദവും ഇന്ന് ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇന്ന് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അജണ്ടയിൽ ഇക്കാര്യം വരുന്നില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതിരിക്കുന്നു. സ്വാഭാവികമായി രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായി ഈ വിവാദങ്ങളെല്ലാം ചോദ്യങ്ങളായി ഉയരുകയും ഇതിനെല്ലാം പൊതുജനങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ മറുപടി പറയേണ്ടിയും വരും. സ്വാഭാവികമായി ഈ നേരത്തെ തന്നെ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് CPM ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാട് ഒരുപക്ഷെ ആദ്യം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ നിലപാട് പിന്നീട് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു വ്യക്തതക്കുറവ് അല്ലെങ്കിൽ LDF-ന് ഒരു വ്യക്തതക്കുറവ്, ഈ ഒരു CPM-ന് ഒരു വ്യക്തതക്കുറവ് പലരുടെയും പ്രസ്താവനയിലുണ്ടായിരുന്നു. പക്ഷേ ഇനി ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുമ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ടാകാൻ പാടില്ല. കൃത്യമായ നിലപാട് മുൻനിർത്തി മുന്നോട്ട് പോകും. സ്വാഭാവികമായി ഇത്തരത്തിൽ NSSൻ്റെ അടക്കം ഒരു അതൃപ്തിക്ക് കാരണമായ നിലപാടായിരുന്നു. ആ നിലപാട് മാറ്റി മയപ്പെടുത്തി CPM മുന്നോട്ട് പോകുമ്പോൾ ആ മയപ്പെടുത്തിയ നിലപാട് തന്നെയായിരിക്കും വരും ദിവസങ്ങളും സ്വീകരിക്കാൻ സാധ്യത. പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഇത് ചർച്ച നടത്തി ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഇത്തരത്തിൽ മിത്ത് വിവാദം ചർച്ചയ്ക്ക് വരുമെന്നുള്ള ഒരു സൂചനയുള്ളത്. അതുകൂടാതെ ആണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉള്ള ആരോപണങ്ങൾ, മാസപ്പടി ആരോപണം നിൽക്കുന്നു. അതിൽ CPM നേതാക്കളടക്കമുള്ളവർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഈ നിലപാട് തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് സുപ്രധാനം. ഒപ്പം നമുക്കറിയാം, നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസിൽ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായി ഇത്തരത്തിൽ മക്കളെ വേട്ടയാടുന്നു, CPM നേതാക്കളുടെ മക്കളെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നുള്ള ഒരു സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരം ഒരു സ്ട്രാറ്റജി വീണ വിജയൻ്റെ കാര്യത്തിൽ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പാണ്, ഇത് സംബന്ധിച്ച ഒരു വ്യക്തത നേതാക്കൾക്കും അണികൾക്കും നൽകേണ്ടതുണ്ട്. ആ രീതിയിൽ ഈ രണ്ട് വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്ത് അതിലൊരു വ്യക്തമായ നിലപാട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസപ്പടി വിഷയത്തിൽ CPM സംസ്ഥാന ഘടകം പ്രതികരിച്ചെങ്കിലും പ്രത്യേകമായി അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോഴും പ്രസ്താവനയിൽ മൗനം പാലിക്കുന്ന CPM-നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇന്നത്തെ ദിവസം സാധ്യതയുണ്ടോ? ഒരു പക്ഷേ ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അജണ്ടയിൽ ഇക്കാര്യങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. നാളെ പുതുപ്പള്ളി LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനു മുൻപ് ഇതിൽ നിന്ന് ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. നേതാക്കളടക്കം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇനി വിവിധ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരു വിഷയത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട ഈ വിഷയങ്ങൾ സംബന്ധിച്ച സ്വാഭാവികവും വിവാദമായ വിഷയങ്ങളാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്താണ് വിശദീകരിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ അത് CPM-ൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നെങ്കിൽ തന്നെ ചർച്ചയ്ക്ക് എടുക്കുക. എന്തായാലും CPM നേരത്തെ തന്നെ CPM നേതാക്കളടക്കം CPM-ൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇത്തരത്തിൽ CPM നേതാക്കളുടെ മക്കളെ കൂടി രാഷ്ട്രീയപരമായി വേട്ടയാടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. എന്തായാലും അതിനൊരു വ്യക്തത അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കൂടി അതുകൂടി ചർച്ച നടത്തി അതിൽ ഈ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഒരുപക്ഷെ ഇന്നത്തെ വിഷയത്തിൽ ഈ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിഷയം ചർച്ചയാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള
മുന്നൊരുക്കങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രാഥമികമായ ഓരോ മണ്ഡലത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്നും സെക്രട്ടേറിയറ്റിൽ വിലയിരുത്താനും സാധ്യതയുണ്ട്. നന്ദി. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് സർക്കാർ പറയുമ്പോഴും മന്ത്രിമന്ദിരങ്ങളുടെ വാടക ഇനത്തിൽ ഇപ്പോഴും ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. മന്ത്രിമന്ദിരത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് പലരും വാടക ബംഗ്ലാവുകളിൽ താമസിക്കുന്നത്. 2018 മുതൽ ഈ വർഷം ജൂൺ വരെ 46 ലക്ഷത്തിൽ പരം രൂപയാണ് വാടക ഇനത്തിൽ നൽകിയതെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. ക്ലിഫ് ഹൗസ് അടക്കം 20 മന്ത്രിമന്ദിരങ്ങളാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. 4 മന്ത്രിമന്ദിരങ്ങൾക്ക് അറ്റകുറ്റപ്പണി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രിമാർക്ക് ടൂറിസം വകുപ്പ് വാടക ബംഗ്ലാവ് ഏർപ്പാടാക്കിയത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് EP ജയരാജൻ മാത്രമായിരുന്നു വാടക ബംഗ്ലാവിലേക്ക് പോയത്. ഇതിന് ചെലവായത് 16.5 ലക്ഷമാണ്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വാടകക്കാരുടെ എണ്ണം കൂടി. വി അബ്ദുൾ റഹ്മാൻ, സജി ചെറിയാൻ, പി പ്രസാദ്, ചിഞ്ചുറാണി എന്നീ മന്ത്രിമാർക്ക് പുറമെ ചീഫ് വിപ്പ് N ജയരാജും വാടക ബംഗ്ലാവിലാണ് താമസം. 2021 11.77 ലക്ഷവും 2022 15.98 ലക്ഷവും വാടക ഇനത്തിൽ ചെലവായി. 20 മന്ത്രിമന്ദിരങ്ങൾ സ്വന്തമായി സർക്കാരിനുണ്ട്. അവിടെ 16 എണ്ണത്തിൽ മാത്രമേ മന്ത്രിമാർ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ എന്ന് ഈ കണക്കുകളിലൂടെ ബോധ്യമാകുന്നുണ്ട്. ബാക്കി 4 മന്ത്രിമന്ദിരങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അവിടെയും താമസയോഗ്യമാക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? 4 മന്ത്രിമാരും ഒരു ചീഫ് വിപ്പും വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ നികുതിപ്പണം കൈകാര്യം ചെയ്യുന്നത് എത്ര കെടുകാര്യസ്ഥതയോടുകൂടിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രിമന്ദിരങ്ങളുടെ പരിപാലനവും അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പലപ്പോഴും കഴിയാറില്ല. സാമ്പത്തിക അച്ചടക്കം വേണമെന്ന് ധനമന്ത്രി തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ട് സർക്കാർ മന്ദിരങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ന്യൂസ് 18 കൊച്ചി. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് ന്യൂസ് 18 പൊളിറ്റിക്കൽ കോൺക്ലേവ് തത്സമയം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകർ എന്തായാലും ആ സമയം മുതൽ ഇപ്പോൾ മുതൽ ആ സമയം വരെ ഞങ്ങൾക്കൊപ്പം തുടരണം. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ IG ലക്ഷ്മൺ ഇന്നും ക്രൈംബ്രാഞ്ചിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാത്തത്. കഴിഞ്ഞ 31-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ലക്ഷ്മൺ ഹാജരായിരുന്നില്ല. കേസിൽ 3ാം പ്രതിയാണ് IG ലക്ഷ്മൺ. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നവമി ദിനേശ ചേരുന്നുണ്ട്. നവമി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് മോൻസൺ മാവുങ്കൽ കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം IG ലക്ഷ്മൺ ഇന്നും ക്രൈംബ്രാഞ്ചിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇത് 2ാമത്തെ തവണയാണ് IG ലക്ഷ്മൺ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ ചികിത്സയിലാണ്, അതുകൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അന്നും ഹാജരായില്ല. ഇപ്പോഴും ഇതേ കാരണം തന്നെയാണ് IG ലക്ഷ്മൺ ഉന്നയിക്കുന്നത്. തനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ കഴിയില്ല, അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ ഇന്നും ഹാജരാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേസിലെ 3ാം പ്രതിയാണ് IG ലക്ഷ്മൺ. K സുധാകരനായിരുന്നു മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ 1ാം പ്രതി. K സുധാകരനാണ്. ഇതിൽ 3ാം പ്രതിയാണ് IG ലക്ഷ്മൺ. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇദ്ദേഹത്തിന് അന്വേഷണം നടത്തിയിരുന്നു. മോൻസൺ മാവുങ്കലുമായി പണം ഇടപാട് നടത്തി അതിലൊരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് IG ലക്ഷ്മണിനെതിരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഇടപാടുകളാണ് നടത്തിയത്, ഇങ്ങനെ ട്രാൻസാക്ഷനൊക്കെ ഏതുവഴിയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് IG ലക്ഷ്മണിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല. അദ്ദേഹം ഇനി ഏതു ദിവസം ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ? നവമി, ഭവ്യ, അത് നമുക്ക് ഇനിയേ അറിയാൻ സാധിക്കൂ. കാരണം ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ഇനി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മറ്റൊരു ദിവസം കൂടി ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് വീണ്ടും കത്തയക്കുക. തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ മോൻസൺ നൽകിയിട്ടുണ്ട്.
IG ലക്ഷ്മൺ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം കൂടി ഹർജി കൂടി പരിഗണിക്കുന്ന ഒരു സാധ്യത കണക്കിലെടുത്തായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യലിനുള്ള തീയതി നൽകുക. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നമ്മളുടെ ന്യൂസ് 18 പ്രേക്ഷകരും എത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ യൂട്യൂബ് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അത്തരത്തിലുള്ള കമന്റുകളാണ് കൂടുതലായും വരുന്നത്. എന്തായാലും ഒരു CB സുരേഷ് എന്നുള്ളൊരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട്, ജയിക്കാണെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ തോൽക്കൻ എന്ന് പേര് മാറ്റണം, തോൽക്കാനായി ജനിച്ച നേതാവെന്ന്. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, 2 തവണ തോറ്റ ജയിക്ക് പിന്നെയും തോൽക്കാൻ വരുന്നു. എന്തായാലും അതൊക്കെ ഒരു ഉമ്മൻചാണ്ടി അനുഭാവിയായിരിക്കാമെന്നാണ് ഇത്തരത്തിലുള്ള പ്രേക്ഷകരെയൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കൃത്യമായി നമ്മുടെ യൂട്യൂബിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. എന്തായാലും ജയിക്കാവുമോ, അല്ലെങ്കിൽ ചാണ്ടിയുമ്മനാകുമോ, അതല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. വാർത്തകൾ എന്തായാലും കൃത്യമായി ന്യൂസ് 18 ഉണ്ടാകുമെന്ന് കൂടി പ്രേക്ഷകരോട് പറയുകയാണ്. നമുക്കിനി ഒരു ഇടവേളയ്ക്ക് കിടക്കേണ്ട സമയമായിട്ടുണ്ട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി മറ്റ് വാർത്തകളിലേക്കാണ് കടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന ഹർജിയിൽ ലോകായുക്ത 3-അംഗ ബെഞ്ച് ഇന്ന് വാദം കേൾക്കും. കേസിൽ ലോകായുക്തയ്ക്ക് വാദം കേൾക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് 3-അംഗ ബെഞ്ച് പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, എന്തായാലും ഈ ലോകായുക്തയുടെ ഈ തീരുമാനം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമായിരിക്കും? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാകുന്ന ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. നിലവിൽ ഈ കേസ് പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് കഴിയുമോ, അതായത് മന്ത്രിസഭ എടുത്ത തീരുമാനം അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിഹരിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്നുള്ള വിഷയത്തിൽ മാത്രമാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത്. അതുമാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഏകദേശം മാസങ്ങൾ നീണ്ടുനിന്ന വാദം, അതായത് ഡിവിഷൻ ബെഞ്ച് ആദ്യം പരിഹരിച്ചിരുന്നു. ലോകായുക്തയും ഉപലോകായുക്തയും ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ചായിരുന്നു ആദ്യം പരിഗണിച്ചത്. അതിൽ ഭിന്നാഭിപ്രായം ഉണ്ടായ സാഹചര്യത്തിൽ ഫുൾ ബെഞ്ച്, അതായത് ഒരു ലോകായുക്ത 2 ഉപലോകായുക്തകൾ ചേർന്നുള്ള ഫുൾ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫുൾ ബെഞ്ചിലേക്ക് കേസ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാദം കേട്ടിരുന്നു, ആദ്യം വാദം കേൾക്കാൻ ചേർന്നിരുന്നു. പക്ഷേ അന്ന് ഉപലോകായുക്ത, അതായത് ഈ ടീമിനൊപ്പം ചേർന്ന ഫുൾ ബെഞ്ചിനൊപ്പം ചേർന്നിട്ടുള്ള ഉപലോകായുക്ത കേസ് തുടക്കം മുതൽ, അതായത് ആദ്യം മുതൽ എങ്ങനെയാണോ വാദം തുടങ്ങിയത് അതുപോലെ വീണ്ടും വാദം തുടങ്ങണം, പുതിയ ഒരാൾ ബെഞ്ചിൽ ഉൾപ്പെട്ടു, അതുകൊണ്ട് തന്നെ വാദം എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ വീണ്ടും തുടങ്ങണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഒരു ഘട്ടത്തിൽ നീണ്ട വാദപ്രതിവാദങ്ങളിലൂടെ നീണ്ടുപോയ പ്രോസസ്സ് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഈ ടീമിനൊപ്പം ചേർന്ന ഉപലോകായുക്ത ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും നിലവിൽ ലോകായുക്ത ഫുൾ ഹർജി മുഴുവൻ വാദം കേൾക്കേണ്ടതില്ല എന്നുള്ള നിലപാട് RS ശശികുമാർ, അതായത് ഹർജിക്കാരൻ എടുത്തെങ്കിലും അത് അംഗീകരിക്കാൻ ഉപലോകായുക്ത തയ്യാറായിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നിർണായകമാണ്. എന്തായാലും കേസിൻ്റെ ഹർജിക്കാരൻ നിലവിലെ സാഹചര്യത്തിൽ വാദം ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് ഇടക്കാല ഹർജി കൊടുത്തിട്ടുണ്ട്. അത് എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിലും നിലവിൽ ഉപലോകായുക്തയുടെ ആവശ്യമനുസരിച്ച് ഇന്നു മുതൽ തുടക്കം മുതലുള്ള, അതായത് കേസിൻ്റെ ആദ്യഘട്ടം മുതലുള്ള വാദം ഒന്നുകൂടി ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വ്യക്തമാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷനിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. ഇന്ത്യ മുന്നണി നേതാക്കൾ രാവിലെ 10 മണിക്ക് യോഗം ചേരും. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അധീർ രഞ്ജൻ ചൌധരിയെ സസ്പെൻഡ് ചെയ്തത്. നമുക്കൊപ്പം ER രാകേഷ് ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷനിൽ പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. ഏതായാലും സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി ആഞ്ഞടിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. ഭവ്യ, പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന് കാരണം കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷനാണ്. അതായത് ഇന്നലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കടുത്ത വിമർശനങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ അധീർ രഞ്ജൻ ചൌധരി നടത്തിയിരുന്നു. ധൃതരാഷ്ട്രയോട് പ്രധാനമന്ത്രിയെ ഉപമിക്കുകയും ചെയ്തിരുന്നു. ഇത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ ബഹളത്തിനാണ് സഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചതിന് പിന്നാലെ അധീർ രഞ്ജൻ ചൌധരിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെയാണ് ഇപ്പോൾ അധീർ രഞ്ജൻ ചൌധരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. രാവിലെ 10 മണിക്ക് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സ്വാഭാവികമായും പാർലമെന്റിൽ സ്വീകരിക്കേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ 10:30 സോണിയാഗാന്ധി
കോൺഗ്രസ് എംപിമാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയത് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറയേണ്ടതിലും നിലപാടാണ് അധീർ രഞ്ജൻ ചൗധരി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം താൻ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്, അതായത് ഒരു തരത്തിലുള്ള സഭ്യത വിട്ടൊരു പെരുമാറ്റം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ ഏത് രീതിയിൽ പ്രതിഷേധം വേണമെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഈ അധീർ രഞ്ജൻ ചൗധരി മാപ്പ് പറയില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്, പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? രാജേഷ്, ഇന്ന് പാർലമെന്റ് വർഷകാല സമ്മേളനം അവസാനിക്കുകയാണ്. അപ്പോൾ സസ്പെൻഷൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് പ്രിവിലേജ് കമ്മിറ്റി, ആ പ്രിവിലേജ് കമ്മിറ്റി പരാമർശനം അടക്കം പരിശോധിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നത് വരെയാണ് ഇപ്പോൾ നിലവിൽ സസ്പെൻഷൻ ഉള്ളത്. അപ്പോൾ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തെ കാണുന്നത് ഇത് രാഷ്ട്രീയമായ ഒരു നീക്കമാണ്. കാരണം അധീർ രഞ്ജൻ ചൗധരി നടത്തിയ പരാമർശം പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ മൗനം പാലിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി നേരിടാനുള്ള തീരുമാനം തന്നെയായിരിക്കും സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവുക. ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണം തന്നെയാണ് കോൺഗ്രസും പ്രതിപക്ഷ സഖ്യവും ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം തീരുമാനം തന്നെയായിരിക്കും സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികളും ഈ വിഷയത്തിൽ സ്വീകരിക്കുക. അപ്പോൾ 10 മണിക്ക് ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ആ ചർച്ചയിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തുടർ നടപടികൾ സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് 10 മണിക്ക് ഏതായാലും യോഗം ചേരുക. ശരി, നന്ദി. രാകേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ 17 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് 9 ജില്ലകളിലായി 2 ബ്ലോക്ക് പഞ്ചായത്ത്, 15 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. മറ്റു വാർത്തയിലേക്ക് വന്നാൽ, ചലച്ചിത്ര അക്കാദമി അവാർഡ് കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തുകയും തെളിവുകൾ പുറത്തുവിടുകയും ചെയ്ത സംവിധായകൻ വിനയൻ, ജൂറി അംഗം ജൻസി ഗ്രിഗറി, മാധ്യമപ്രവർത്തകൻ VS ഹൈദർ അലി, സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്നിവരെ കക്ഷി ചേർക്കാൻ ഹർജിക്കാരൻ അപേക്ഷ നൽകിയിരുന്നു. ഹർജിക്കാരൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മറുപടി നൽകാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആകാശത്തിന് താഴെ എന്ന സിനിമയുടെ സംവിധായകനായ ലിജീഷ് മുല്ലയടത്താണ് ഹർജിക്കാരൻ. കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ചുള്ള എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ അധികാര അവകാശങ്ങൾ എടുത്ത് മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K മണി സമർപ്പിച്ച ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. തസ്തിക നിർണയത്തിൽ നിർദ്ദേശം നൽകാനുള്ള അവകാശം മാനേജർമാരിൽ നിന്ന് പ്രധാന അധ്യാപകർക്ക് നൽകിയിരുന്നു. കേരള വിദ്യാഭ്യാസ ചട്ടം പ്രകാരമുള്ള അവകാശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ഒരു സർക്കുലറിലൂടെ എടുത്തുമാറ്റാനാവില്ലെന്നാണ് ഹർജിക്കാരുടെ വാദം. സർക്കാർ യാതൊരു കൂടിയാലോചനയോടോ ചട്ടഭേദഗതിയോ നടത്താതെയാണ് സർക്കുലർ ഇറക്കിയതെന്നും ഹർജിക്കാർ പറയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പറമ്പിക്കുളം തേക്കടിയൂരിലെ ആദിവാസികൾ വീണ്ടും സമരത്തിലേക്ക്. വനംവകുപ്പ് ജീവനക്കാരുടെ കാൽക്കൽ വീണുള്ള സമരം വിവാദമായിട്ട് പോലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിനകത്തെ തേക്കടിയൂരിൽ ജീവിതാവകാശത്തിനായി സമരങ്ങളുടെ തീജ്വാല പകർന്നവരായിരുന്നു ആദിവാസികൾ. റോഡും വഴിയും വെള്ളവും പാലവുമൊന്നുമില്ലാതെ ആധുനിക കാലത്തെ വികസനം ഇവരോട് പല്ലിളിച്ച് കാട്ടുന്നു. പാലക്കാടെത്തണമെങ്കിൽ തമിഴ്നാട്ടിലൂടെ പോകണം. കോവിഡ് കാലത്ത് തമിഴ്നാട് പ്രവേശനം നിഷേധിച്ചപ്പോൾ മണിക്കൂറുകളോളം കൊടുങ്കാട്ടിലൂടെ നടന്നായിരുന്നു മലയിറങ്ങിയിരുന്നത്. ചമ്മണപ്പതി ബദൽ പാതയ്ക്കായി നിരവധി സമരങ്ങൾ ഇവിടെ നടന്നു. വനം വകുപ്പ് ജീവനക്കാരുടെ കാലിൽ വീണുള്ള ആദിവാസികളുടെ സമരം വലിയ ചർച്ചയായിരുന്നു. ഞങ്ങൾ ഈ റോഡും ഉണ്ടായ ഞങ്ങളെ പിള്ളേർ ഇത്രയും +2 +1 പഠിച്ചിട്ട് പിള്ളേർ ഇപ്പോൾ മാങ്ങക്കാട്ടിൽ അവിടെ മാങ്ങക്കാടില്ലേ അതിലാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ അങ്ങനെ ആകരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ സമരത്തിന് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. പഠിച്ചിട്ടും പണി കിട്ടാണ്ടാണ് അവിടെ പോയിട്ട് മാങ്ങ തോപ്പിൽ പണിയെടുക്കുന്നത്. ഒരു 25 പിള്ളേർ
ചെറുപ്പക്കാർ പിള്ളേർ അതൊക്കെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ നാലാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എവിടെ പോയി പഠിക്കുന്നത്? പാലക്കാട് അവിടെ പറയുന്നിടത്ത് ഞങ്ങൾ കൊണ്ടുപോയി ചേർക്കും. എല്ലാ കുട്ടികളും പോകാറുണ്ടോ? എല്ലാ കുട്ടികളും പോകാറുണ്ട്. പൈസ ഉള്ളവരെ ജോലി കയറിയിട്ടുണ്ട്, പൈസ ഇല്ലാത്തവരെ ജോലി കയറാനും പറ്റാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതാണ് മാങ്ങക്കാട്ടിൽ പോയി പണിയെടുക്കുന്നത്. കൊല്ലങ്കോട് രാജാവിന്റെ കാലത്ത് കുടിയിരുത്തിയ മലസർ കുടുംബങ്ങളാണ് വനമധ്യത്തിൽ ഇപ്പോഴും ദുരിതം പേറുന്നത്. കോളനിയിലെ കുട്ടികൾ പഠിക്കാൻ മിടുക്കരാണെങ്കിലും ജോലി ലഭിക്കുന്നത് അപൂർവം പേർക്ക് മാത്രം. ഞങ്ങൾ അക്കരയിലാണ്, പുഴേൻ്റെ അപ്പുറത്ത്. ഒരു വയ്യാതെയായവർ ആണെങ്കിലും ഞങ്ങളിപ്പുറത്ത് മഴക്കാലത്ത് കൊണ്ടുവരാൻ കുറേ ബുദ്ധിമുട്ട്. വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ വരണ്ടേ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു പാലം കിട്ടിയാൽ ഞങ്ങൾക്ക് നല്ലതാണ്. ഈ റോഡും കിട്ടണം. ഇപ്പോൾ ഇത്രയും കുരുമുളക് പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ വഴിക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഈ വഴിയാണെങ്കിൽ ഈ റോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വഴിക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുക്കുക. മലമുകളിലെ ഗോത്രവിഭാഗങ്ങൾ വീണ്ടും സമരരംഗത്ത് സജീവമാവുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സർക്കാർ കേന്ദ്രങ്ങൾക്കെതിരെ സമരം തുടരാനാണ് ആദിവാസികളുടെ തീരുമാനം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. പ്രഭാത കേരളം ഇനി പോകുന്നത് പത്രം 18ലേക്കാണ്. പത്രം 18നുമായി നമുക്കൊപ്പം മനു ഭരത് ചേരുന്നുണ്ട്. മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവിശേഷങ്ങൾ, പത്രവാർത്തകൾ, പത്രത്തലക്കെട്ടുകളൊക്കെ? ഗുഡ് മോർണിംഗ് ഭവ്യ. പത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇന്നലെ ഈ പാർലമെൻറ്റിൽ നടന്ന നടപടിക്രമങ്ങളും അതുപോലെ സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായ കാര്യങ്ങളുമൊക്കെ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അവർ വാർത്ത നൽകിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് പത്രം 18ലെ പ്രധാന കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. എല്ലാവർക്കും പത്രം 18ലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം കേരള കൗമുദി എടുക്കാം. കേരള കൗമുദി എന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വീണ്ടും കേന്ദ്ര വരുതിയിൽ എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും ഒക്കെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള ബില്ലിനെ സംബന്ധിച്ച വാർത്തയാണ്. ഈ ബില്ല് ഇന്നലെ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം, ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കാൻ ഒരു പ്രത്യേക സംവിധാനം വേണം എന്ന് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിക്ക് താൽക്കാലികമായി രൂപം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പുതിയ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ സമിതിയിൽ ഉണ്ടാകില്ല. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവോ ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുക, അതിനുവേണ്ടിയുള്ള ശുപാർശകൾ രാഷ്ട്രപതിക്ക് നൽകുക എന്ന തരത്തിലാണ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ബില്ല് വരുന്നതോടുകൂടി അപ്പോൾ സുപ്രീം കോടതിക്കുള്ള പങ്ക് അതിൽ നിന്ന് മാറും, അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുള്ള പങ്ക് മാറും. ഈ വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി കേരള കൗമുദി നൽകിയിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ സദുദ്ദേശം പരിഗണിച്ചില്ല എന്ന് കൗമുദി പറയുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വതന്ത്രമാകണമെന്ന ലക്ഷ്യത്തോടെ 2023 മാർച്ച് 2 സുപ്രീം കോടതി വിധി വന്നു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വലിയ കക്ഷിയുടെ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരുൾപ്പെട്ട 3 അംഗ സമിതിക്ക് നിയമനം വിട്ടു. എന്നാൽ നിയമന നിർമ്മാണം കൊണ്ടുവരുന്നതുവരെയുള്ള സംവിധാനമാണ് കോടതി അന്ന് പ്രഖ്യാപിച്ചത്. 2023 ഓഗസ്റ്റ് 10 രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിച്ചു. മൂന്നംഗ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കേരള കൗമുദി വ്യക്തമാക്കുന്നു. കേരള കൗമുദിയുടെ ഉൾപേജിൽ ഒരു വലിയ ലേഖനം സവിസ്തരം നൽകിയിരിക്കുന്നു. അനിശ്രീ സുരേഷും അതുപോലെ ലസ്ബിത് ജിബി ഗോഡ്വിനും ചേർന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇവർ സെൻറ്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിലെ ഗവേഷകരാണ് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഇവരുടെ ഒരു കാര്യം, ഈ വിദ്യാർത്ഥികൾക്ക് ബസ് കൺസെഷൻ നൽകുമ്പോൾ അതിൻ്റെ മുഴുവൻ ഭാരവും ബസ് ഉടമകൾക്ക് മുകളിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ലേഖനമാണിത്. അപ്പോൾ ബസ് ഉടമകളെ സമ്മർദ്ദത്തിലാക്കാതെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കൺസെഷൻ നൽകാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ വേണം എന്നാണ് ഈ ലേഖനം വ്യക്തമാക്കുന്നത്. കാരണം ഈ കൺസെഷൻ വലിയ തോതിൽ ഇപ്പോൾ ഒരു വിവാദ വിഷയമായിരിക്കുകയാണ്. നമുക്കറിയാം 1963 വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സിൽ കൺസെഷൻ നൽകിയിരുന്നത്. അന്ന് വളരെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബസ് വ്യവസായം
കുറേ കൂടെ ലാഭകരമായിരുന്നു. ആ ബസ് ഉടമകൾ നൽകിയ ആ ഒരു വലിയ സേവനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ വലിയ വിഭാഗം ആളുകൾക്ക് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് നഗരങ്ങളിൽ പഠിക്കാനും അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പോകാനും, പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യാഭ്യാസം ഗ്രാമപ്രദേശങ്ങളിൽ അത്ര എളുപ്പത്തിൽ ലഭ്യമല്ലാതിരുന്ന സാങ്കേതിക വിദ്യാഭ്യാസം നഗരപ്രദേശങ്ങളിൽ വന്ന് പഠിക്കാനും പിന്നീട് വിദേശ രാജ്യങ്ങളിലൊക്കെ അതുകൊണ്ട് തൊഴിൽ നേടാനുമൊക്കെ കഴിഞ്ഞതിൻ്റെ വലിയ നേട്ടം ഉണ്ടാക്കാനുമൊക്കെ കഴിഞ്ഞു. ഇതിനൊക്കെ കാരണം ഈ ബസ് ഉടമകൾ അന്ന് നൽകിയ ഒരു സഹായമായിരുന്നു. ഏതായാലും പക്ഷേ ബസ് വ്യവസായം ഇപ്പോൾ അത്ര കണ്ട് ലാഭകരമല്ല, നഷ്ടത്തിലാണ് എന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ കൺസെഷൻ ഇന്ന് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബസ് ഉടമകളുള്ളത്. ബസ്സുകളുടെ എണ്ണം കുറയുന്നു എന്നതും നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വകാര്യ ബസ്സുകളുടെ എണ്ണം സമീപ വർഷങ്ങളിൽ 32,000-ൽ നിന്ന് 8,000-ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യവസായം അത്ര കണ്ട് പ്രതിസന്ധി നേരിടുന്നു എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബസ് ഉടമകളെ സഹായിക്കാനുള്ളൊരു നീക്കം തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആളുകൾക്ക് മുഴുവൻ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങിച്ച് പോകാൻ കഴിയില്ല. മാത്രമല്ല അത്രയും മുഴുവൻ ആളുകളും സ്വന്തം വാഹനങ്ങളിൽ വരുന്നൊരു സാഹചര്യം നമ്മുടെ നിരത്തുകൾക്ക് താങ്ങാനാകുന്നതുമല്ല. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പൊതുഗതാഗത സംവിധാനം കരുത്തുറ്റതാക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് ബസ് വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കേണ്ടത് ബസ് ഉടമകളുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, അത് കൂട്ടായി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് ഈ സെൻറ്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിലെ ഗവേഷകർ പറയുന്നു. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. മംഗളത്തിലേക്ക് വരുമ്പോൾ മംഗളം ഈ മാസപ്പടി വേറെ സംഭാവന വേറെ എന്ന തരത്തിലൊരു വാർത്ത നൽകിയിട്ടുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാതെ ഉരുണ്ടുകളിച്ച് പ്രതിപക്ഷം എന്നാണ് ഈ വാർത്ത പറയുന്നത്. കാരണം നമുക്കറിയാം ഈ CMRLൻ്റെ കണക്കുകളിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ നൽകി 1.72 കോടി രൂപയോളം നൽകി എന്ന തരത്തിൽ വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വലിയ വിഷയമായി ഉയർത്തുന്നതിൽ ഇപ്പോൾ പ്രതിപക്ഷം മടിക്കുന്നു എന്നാണ് മംഗളം പറയുന്നത്. കാരണം ഇത്തരം സംഭാവനകൾ അല്ലെങ്കിൽ ഇത്തരം സേവനങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ടാകണം ഒരു പക്ഷേ ഇതൊരു വലിയ വിഷയമാക്കി ഉയർത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷ കക്ഷികൾ പിൻവാങ്ങുന്നത് എന്ന് പറയുന്നു. അതായത് വീണ വിജയൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള എക്സാലോജിക് കമ്പനിയും 1.72 കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ പറയുന്നത്. അപ്പോൾ മകൾക്കെതിരായ ആരോപണം മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയാൽ രസീത് ഉണ്ടാകുമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണവും മംഗളം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതായത് മുസ്ലിം ലീഗ് സംഭാവന വാങ്ങിയിട്ടുണ്ടെങ്കിൽ രസീത് നൽകിയിട്ടുണ്ടാകുമെന്നും അതിന് കണക്കുണ്ടാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഏതായാലും ഇത്തരം വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾ വലിയ തുക സംഭാവനയായി വാങ്ങുന്നു എന്നതാണ്. അപ്പോൾ ഒരേപോലെ ഇത്രയും രാഷ്ട്രീയ പാർട്ടികളെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ പിന്താങ്ങുന്നതിൻ്റെ ഒരു കാരണമെന്ത് എന്നതുകൂടി അത് വളരെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒരാളൊരു സംഭാവന നൽകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം ഉള്ളതുകൊണ്ട് സംഭാവന നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ പാർട്ടിക്കാരെയും ഒരേപോലെ ഒരു വ്യവസായിക്ക് തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നതുകൂടി മനസ്സിലാക്കണം. അതിൽ അയാൾക്കുള്ള ലാഭം എന്താണ് എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ചെറിയ തോതിലെങ്കിലും മാസപ്പടികൾ കൈപ്പറ്റിയിട്ടുണ്ടാകണം എന്നാണ് മംഗളം വ്യക്തമാക്കുന്നത്. മംഗളത്തിൻ്റെ മറ്റൊരു പ്രധാന വാർത്ത ഒരു പടം സഹിതം നൽകിയിട്ടുണ്ട്. AK ആൻ്റണി ചാണ്ടി ഉമ്മനെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു പടമാണ്. നെറുകയിൽ ചുംബിച്ചുകൊണ്ടാണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് AK ആൻ്റണിയുമായി ചാണ്ടി ഉമ്മൻ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പം നേരത്തെ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നൊരു ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായ നെബു ജോൺ വിമതനായി മത്സരിച്ചേക്കും എന്നൊക്കെയുള്ള ഒരു പ്രതികരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അതൊക്കെ അസ്ഥാനത്താണ്. നെബു തന്നെ അത് അങ്ങനെ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ആ വാർത്തകളൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഏതായാലും AK ആൻ്റണി തൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനെ ആശീർവദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വാർത്ത മംഗളം നൽകിയിരിക്കുന്നത്. ജനയുഗത്തിലേക്ക് വരുമ്പോൾ അധീർ രഞ്ജൻ ചൗധരിക്ക് സസ്പെൻഷൻ വലിയ പ്രാധാന്യത്തോടുകൂടി ആണ് ജനയുഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ പ്രധാനമന്ത്രിയും അതുപോലെ
ഭരണകക്ഷിയിലെ അംഗങ്ങളും സംസാരിക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും കയറി ഇടപെടുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ പാർലമെൻറ്റ് കാര്യ മന്ത്രി ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ശബ്ദവോട്ടോടുകൂടി ഈ സസ്പെൻഷൻ നടപടികളിലേക്കാണ് ലോക്സഭ കടന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വലിയ പ്രാധാന്യത്തോടുകൂടി ജനയുഗം നൽകിയിട്ടുള്ളത്. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകളുടെ മുഖം മൂടി പറിച്ചെറിയുന്നതിൻ്റെ നിരാശയിലാണ് പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്തത് ഭരണപക്ഷം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഏതായാലും ഈ പാർലമെൻറ്റിലൊക്കെ ആളുകൾ അവർ രണ്ട് വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക എന്നതിലേക്കാണ് നമ്മൾ വരേണ്ടത്. കാരണം ഒച്ച വയ്ക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന്, നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് ആരോഗ്യകരമായ ചർച്ച നടക്കേണ്ട ഇടമാണ് പാർലമെൻറ്റ്. അവിടെ ഈ കസർത്ത് കാണിക്കുന്നതിന് പകരം ഇത്തരം ആളുകൾ സംസാരിക്കുന്ന രീതി, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒക്കെ ആളുകളെ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ അനുവദിക്കുന്ന ഒരു രീതി ഉണ്ടാകണം എന്ന കാര്യം ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏതായാലും അധീർ രഞ്ജൻ ചൗധരിക്കെതിരെയാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ രാഷ്ട്രീയപരമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് ജനയുഗം വ്യക്തമാക്കുന്നത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത പ്രധാനമന്ത്രിയുടെ മറുപടി തന്നെയാണ്. രാജ്യം മണിപ്പൂരിനൊപ്പം എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. 1.5 മണിക്കൂർ പക്ഷേ സംസാരിച്ച 1.5 മണിക്കൂർ, ആദ്യത്തെ 1.5 മണിക്കൂറിൽ മണിപ്പൂരിനെ കുറിച്ച് മോദി ഒന്നും മിണ്ടിയില്ല. പക്ഷേ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. നരേന്ദ്രമോദി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കണമെന്ന് വലിയ തോതിൽ ആവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിൽ അത് കേൾക്കാതെ ഇറങ്ങിപ്പോയത് ആണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഏതായാലും ഇതൊക്കെ മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. പ്രതിപക്ഷമില്ലാതെ അവിശ്വാസ പ്രമേയം ശബ്ദ വോട്ടോടെ പാസ്സാക്കിയെന്നും പറയുന്നു. അപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ തോൽക്കുമായിരിക്കാം, എങ്കിലും തങ്ങളുടെ തോൽവി ആണെങ്കിൽ കൂടിയും അത് വോട്ട് ചെയ്ത് ആ പരാജയം ഏറ്റുവാങ്ങുന്നതായിരുന്നു കുറേ കൂടെ ശരിയെന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വേറൊരു തരത്തിലാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം മണിപ്പൂർ വിഷയത്തിൽ ഇതുവരെ പ്രധാനമന്ത്രി സംസാരിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അത് വേറൊരു രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം. ഏതായാലും വലിയ വിഷയമായി മണിപ്പൂർ ഉയർന്നു വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി അതിന് മറുപടി നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി നീരവ് മോദിയുമായി ഉപമിച്ച് നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്തു. സഭയുടെ അവകാശ ലംഘന സമിതിയുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയാണ് സസ്പെൻഷൻ എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാള മനോരമയുടെ മറ്റൊരു പ്രധാന വാർത്ത ഈ മെയ്തേ യുവതിയെ ആൾക്കൂട്ടം പീഡിപ്പിച്ചു എന്നതാണ്. ഇതുവരെ കുക്കി വനിതകളാണ് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. മണിപ്പൂരിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ അവർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു മെയ്തേ വിഭാഗത്തിൽപ്പെട്ട യുവതിയും ആക്രമണത്തിന് ഇരയായി എന്ന് അവർ പറയുന്നു. ഈ മാനഹാനി ഭയന്ന് അവർ ഈ വിഷയം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അവരും രംഗത്ത് വന്നിരിക്കും. ഏതായാലും ഇതൊന്നും ഒരു ആശ്വാസകരമായ കാര്യം അല്ല. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുന്നത് അത് ഏത് വിഭാഗം ചെയ്താലും. ഡോക്ടർമാർക്ക് കേന്ദ്രത്തിൻ്റെ പുതിയ തൊഴിൽ പെരുമാറ്റ ചട്ടം വന്നിരിക്കുന്നു. ഫീസ് ഇല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കാം എന്നതാണ് ഈ പുതിയ ചട്ടം പറയുന്നത് എന്ന് മലയാള മനോരമ വ്യക്തമാക്കുന്നു. പക്ഷേ അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ തൊഴിൽ സംബന്ധിച്ച് പരസ്യമാകാം, പക്ഷേ അതിന് നിയന്ത്രണമുണ്ട്. കമ്മീഷൻ ഇടപാടുകൾ പറ്റില്ല, ഉൽപ്പന്നങ്ങൾക്കായി വാദിക്കരുത് തുടങ്ങി ഒട്ടനവധി നിർദ്ദേശങ്ങളും ഈ ഡോക്ടർമാർക്കുള്ള പുതിയ തൊഴിൽ പെരുമാറ്റ ചട്ടത്തിൽ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മാസപ്പടി വിഷയം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടനെ തടഞ്ഞതും ഒക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ മാസപ്പടി വിവാദം ഉന്നയിക്കാൻ ശ്രമിച്ചത് അത് ചട്ടങ്ങൾക്കും റൂളുകൾക്കും അനുസൃതമല്ല എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സ്പീക്കർ പറയുകയും ആ സ്പീക്കർ അത് തടയാൻ ശ്രമിക്കുകയും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് അദ്ദേഹം റൂളിംഗ് നൽകുകയും ചെയ്തു. പക്ഷേ ഏതായാലും സഭയ്ക്ക് പുറത്തിറങ്ങി മാത്യു കുഴൽനാടൻ അതേ ആരോപണം തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ പിന്നെ സ്പീക്കറിൻ്റെ റൂളിംഗ് അപ്പുറത്തേക്ക് ആ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് തടസ്സമില്ല. മാധ്യമങ്ങൾ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഗുരുവായൂരിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പ്രിയ പത്നി എത്തിയിരിക്കുന്നു. അവർ അവിടെ ഗുരുവായൂരപ്പന് ഒരു സ്വർണ്ണ കിരീടം ആണ് സമർപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ പക്ഷേ ഇത്തരം ആചാരങ്ങൾക്കെതിരെ നിലകൊണ്ട ഒരു നീക്കമാണ് ഈ ദ്രാവിഡ
മുന്നേറ്റ കഴകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ തന്തൈ പെരിയാറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് കരുണാനിധിയുടെ സംഘടന ഇത്തരത്തിൽ ഈ ആചാരങ്ങൾക്കൊക്കെ എതിരെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചാണ് അവരുടെ തുടക്കം. ഏതായാലും പക്ഷേ അതൊക്കെ മയപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗുരുവായൂരപ്പനിൽ വലിയ വിശ്വാസം അവർ അർപ്പിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണക്കിരീടം സമർപ്പിക്കുന്നു. സ്റ്റാലിൻ്റെ ഭാര്യ എത്തിയിരിക്കുന്നു, ദുർഗ സ്റ്റാലിൻ. അവർക്കൊപ്പം തന്നെ ദുർഗയുടെ സഹോദരി ജയന്തിയെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഏതായാലും അവർക്ക് അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ മലയാള മനോരമയുടെ ഉൾപേജിൽ ഒരു മനോഹരമായ ഒരു കാർട്ടൂണുണ്ട്. മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷം വലിയ തോതിൽ അതങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല എന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ളൊരു കാർട്ടൂണാണ്. മുഖ്യമന്ത്രിയുടെ മാസപ്പടി എന്ന് പറയുന്ന പടി ചവിട്ടാതെ വി ഡി സതീശൻ കടന്ന് പോകുന്നതിൻ്റെ ഒരു ദൃശ്യം ആണ് ഈ മാസപ്പടി വിവാദത്തിൽ വരമൊഴി എന്ന പേരിൽ ഒരു മനോഹരമായ കാർട്ടൂൺ മലയാള മനോരമയിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഷില്ലർ സ്റ്റീഫൻ്റെ ഒരു സവിസ്തരം ഒരു ലേഖനം ഉണ്ട്. അത് ഈ സപ്ലൈകോയെ സംബന്ധിച്ചാണ്. വർഷങ്ങളായി വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിച്ച സപ്ലൈകോയുടെ പ്രതിസന്ധി സംബന്ധിച്ചാണ് ഈ ലേഖനം പറയുന്നത്. വൻ തുക കുടിശ്ശിക വരുത്തി സർക്കാരും ക്രമക്കേടുകൾ ഒളിപ്പിച്ചു വെച്ച സ്ഥാപനവും തന്നെ മുന്നോട്ടുള്ള വഴി അടയ്ക്കുന്നു. ലക്ഷങ്ങളുടെ അത്താണിയാണ് എന്ന് ഷില്ലർ സ്റ്റീഫൻ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ അന്നം മുട്ടിക്കരുത് എന്നാണ് ഈ ലേഖനം അപേക്ഷിക്കുന്നത്. പണമില്ല, വിപണിയിൽ വഴിമുട്ടി സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ആണ് ഈ ലേഖനം പറയുന്നത്. ഒപ്പം തന്നെ ഈ നെല്ല് സംഭരണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മലയാള മനോരമ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ നെല്ല് സംഭരിക്കുന്നതിൻ്റെ കുടിശ്ശിക നൽകാൻ ഉള്ള ബാധ്യത സർക്കാരിനുണ്ട്, അത് നൽകിയിട്ടില്ല. മലയാള മനോരമയിലെ മറ്റൊരു പ്രധാന വാർത്ത, ഈ കൗണ്ടറിൽ ഒരു യുവതി ടിക്കറ്റ് എടുക്കുന്നു. ആ ടിക്കറ്റ് പക്ഷേ മറ്റൊരാൾ ഓൺലൈനായി അത് റദ്ദാക്കുന്നു. പക്ഷേ റെയിൽവേ ഈ യുവതിയെ അർദ്ധരാത്രി ഇറക്കി വിട്ടു. അപ്പോൾ അത് ഒട്ടും ഒരു നല്ല നടപടിയല്ല. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് ധാരാളമായി രാത്രി യാത്ര ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലരും സ്വന്തമായി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, അതുപോലെ പഠിക്കാനും തൊഴിലെടുക്കാനുമൊക്കെ സ്ത്രീകൾ ഇന്ന് അവർ രാത്രി യാത്ര ചെയ്യേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരെ രാത്രി ഇങ്ങനെ ഇറക്കി വിടുകയും അവരെ ഹരാസ് ചെയ്യുന്നതുമൊന്നും ശരിയായൊരു നീക്കമല്ല. അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു യുവതി ഒരു ടിക്കറ്റ് എടുത്തു, അതിൽ അവർ അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് കൊടുത്ത നമ്പർ എഴുതിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിൽ അവിടെ കൗണ്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി. അങ്ങനെ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആ ടിക്കറ്റ് റദ്ദ് ചെയ്തു. അതാണ് ആ യുവതിക്കൊരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു സ്ത്രീ രാത്രി ടിക്കറ്റ് ഇത്തരത്തിലൊരു പ്രതിസന്ധി തനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സംവിധാനം കുറേ കൂടി സൗഹൃദമായി ആ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. കാരണം അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് മറ്റൊരു ടിക്കറ്റ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായി അവിടെ അവരെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു ഉത്തരവാദിത്വം റെയിൽവേ എന്നൊരു സംവിധാനത്തിനുണ്ട്. പല TTRമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിലും ചിലരൊക്കെ ഈ പഴയ കൊളോണിയൽ ചിന്താഗതി വെച്ച് നടക്കുന്ന 1-2 ആളുകളുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർക്കൊക്കെ ഉള്ള ഒരു സൂചനയാണ് ഈ വാർത്ത. മനുഷ്യരോട് കുറേ കൂടി സൗമ്യമായും സൗഹൃദപരമായും ഇടപെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു കർക്കശം വേണം. പക്ഷേ നിയമലംഘകർക്കെതിരെയാണ് ആ ഒരു ഇത് വേണ്ടത്. അല്ലാതെ ഒരു യുവതി ടിക്കറ്റ് എടുക്കുന്നു, അത് മറ്റ് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മറ്റൊരാൾ റദ്ദ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉടനെ എന്നാൽ ഇവരെ ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളിയാണ് എന്ന തരത്തിൽ അവരെ ആക്ഷേപിക്കുന്നത് ശരിയായൊരു രീതി അല്ല. അപ്പോൾ നിയമലംഘകർ ആര് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ നിയമത്തിൻ്റെ എന്തെങ്കിലും സാങ്കേതികത്വത്തിൽ ഒരാളെ അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായ രീതിയല്ല. ഈ ജനൽ കമ്പി വളച്ചുള്ളൊരു മോഷണത്തെ സംബന്ധിച്ചൊരു വാർത്തയും കൂടി ഉണ്ട് മലയാള മനോരമയിൽ. അത് ഒരു പ്രതി നിരന്തരം ഇയാൾ കളവ് നടത്തുമ്പോൾ ഒരേ രീതിയിൽ മോഷണം നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾ പിടിയിലായതിനെ സംബന്ധിച്ചുള്ളൊരു വാർത്തയാണ്. ഈ കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരു തരത്തിൽ കക്കുന്നവർ അങ്ങനെ കമ്പി വളച്ച് മോഷ്ടിക്കുന്നവർ കമ്പി വളച്ച് മാത്രം മോഷ്ടിക്കുന്ന രീതി, ഓട് ഇളക്കി മോഷ്ടിക്കുന്നവർ ഓടിളക്കി മാത്രം മോഷ്ടിക്കുന്ന രീതി ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പോലീസ് അത് സംബന്ധിച്ച് അയാളെ പിടികൂടിയിരിക്കുന്നു. അതാണ് പ്രധാനമായ ഒരു വാർത്ത. മാതൃഭൂമിയിൽ മണിപ്പൂരിൽ പ്രധാനമന്ത്രി നടത്തിയ മറുപടി പ്രസംഗമാണ് മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. മാസപ്പടി അതിൽ മറുപടിയുമായി CPM വീണ വാങ്ങിയത് നിയമപരമായ ഒരു പൈസയാണ് എന്ന്
മാതൃഭൂമി പറയുകയും ചെയ്യുന്നു. മാതൃഭൂമിയുടെ ഒരു മനോഹരമായ ഒരു കാർട്ടൂണുണ്ട്, എൻ്റെ വീണക്കമ്പികളെല്ലാം വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ വിലങ്ങ് തീർത്തു എന്ന പാട്ട് പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാം ഇരുത്തി പാടുന്നു. അതാണ് അത് മറ്റൊരു കാർട്ടൂൺ. ഒപ്പം ഈ സർജിക്കൽ സ്ഥാപനങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് പണം നൽകുന്നില്ല, ഉപകരണങ്ങൾ നൽകുന്നില്ല എന്നതിനെ സംബന്ധിച്ചൊരു മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു. സർക്കാർ അവർക്ക് പൈസ നൽകാത്തതിൻ്റെ ഭാഗമായാണ്. പ്രീമിയർ ലീഗിൻ്റെ സീസൺ ആരംഭിക്കുന്നത് വലിയ പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ട്. അത് ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ചാണ്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 4 വർഷത്തിൽ 1575 കുട്ടികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നോർക്കുമ്പോൾ അത് അടിയന്തരമായ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ടിയിരിക്കുന്നു എന്ന സൂചനയാണ് ആ വാർത്ത നൽകുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് പത്രം 18-ലെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് ഭവ്യയിലേക്ക് മടങ്ങിപ്പോകാം. താങ്ക് യു ഭവ്യ. താങ്ക് യു മനു ഭരത്. എന്തായാലും വിശദമായൊരു പത്രവിശകലനത്തിന് ഒരിക്കൽ കൂടി താങ്ക് യു. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് കടക്കണം. അതിനു മുൻപ് ഒരിടവേള. ഇനി തെരഞ്ഞെടുപ്പ് കാലം. ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയം. കേരളം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്ത്? ദൗത്യം ഏറ്റെടുക്കുന്നു ന്യൂസ് 18 കേരളം. 3 ദിശകൾ, 3 ആശയങ്ങൾ ഒരേ വേദിയിൽ സംഗമിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ അതികായർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ MLA, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ന്യൂസ് 18 കേരളം പൊളിറ്റിക്കൽ കോൺക്ലേവ് 2023 ഇന്ന് വൈകിട്ട് 5 മണി മുതൽ തത്സമയം. ക്രോണ പ്ലാസ്റ്റിക്സ് പ്രസൻസ് പൊളിറ്റിക്കൽ കോൺക്ലേവ് presented by ക്രോണ. വളരെ സ്റ്റൈലിഷ് ആണ്, കംഫർട്ടബിൾ ആണ്, സ്ട്രോങ്ങുമാണ്. ക്രോണ പ്ലാസ്റ്റിക്, നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നറിയാം. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. 2 തവണ മത്സരിച്ച ജേക്ക് സി തോമസിന്റെ പേരിനാണ് മുൻതൂക്കം. കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റജി സക്കറിയ, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർഗീസ് എന്നിവരുടെ പേരും ചർച്ചകളിലുണ്ട്. നാളെ ജില്ലാ കമ്മിറ്റി ചേർന്ന ശേഷം കോട്ടയത്താകും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമുണ്ടാകുക. നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ G ശ്രീജിത്തും കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം തന്നെ G ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പുതുപ്പള്ളി ചർച്ചകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. പുതുപ്പള്ളിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഔദ്യോഗികമായി വന്നിട്ടില്ല. പക്ഷേ ജേക്ക് സി തോമസ് എന്ന പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ജയിക്കുന്ന പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. CPM നേതാക്കളുമായി ആശയവിനിമയം നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു ചർച്ചകളിലേക്കാണ് CPM കടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കൂടി ഇക്കാര്യത്തിൽ അംഗീകാരം തേടേണ്ടതുണ്ട്. അതായത് കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തേണ്ടതുണ്ട് പുതുപ്പള്ളിയിൽ. അത് ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയിൽ അതിൽ പിൻവലിഞ്ഞു നിൽക്കുന്നത് ഉചിതമാകില്ല. മറ്റേതെങ്കിലും ഒരു നേതാവിനെ അവതരിപ്പിക്കുന്ന ഉചിതമാവില്ല. മാത്രമല്ല ജയിക്കിനെയാണ് സമീപകാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തി ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ച നേതാവ് എന്ന നിലയിൽ CPM തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നേതാവിനെ മാറ്റി നിർത്തി മറ്റേതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്നാൽ അതൊരു മത്സര ചൂടിലേക്ക് കാര്യങ്ങൾ എത്തില്ല, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തില്ല, ഒരു സാധാരണ നിലയിലുള്ള ഒരു സാധാരണ മത്സരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് ജയിക്ക് തന്നെ വരട്ടെ എന്നൊരു ചർച്ചകളിലേക്ക് CPM കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും നടപടിക്രമങ്ങളുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നാളെ ജില്ലാ സെക്രട്ടേറിയറ്റ്, തുടർന്ന് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി. ഈ യോഗങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നാളെയായിരിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പുതുപ്പള്ളിയിൽ നാളെ കോട്ടയത്ത് നടക്കുന്ന ഈ യോഗങ്ങളിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. എന്തായാലും ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. LDF അതിന്റെ അവസാന ഘട്ട പ്രഖ്യാപനത്തിലേക്ക് എത്തുകയാണ്. BJPയും 1-2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതോടെ പുതുപ്പള്ളിയുടെ മത്സര ചിത്രം തെളിയും. എന്തായാലും വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുകയാണ്. 17 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. മാത്രമല്ല അന്ന് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തി. നേരത്തെ ജൂലൈ 1 വരെയുള്ള പട്ടിക പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഇതിനെതിരെ ഇടതുമുന്നണി പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ്, ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക, അതിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുകയാണ്.
ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എന്ന അതിശക്തനായ നേതാവ് ഒരു വശത്തുണ്ടായിട്ട് പോലും ജയ്ക്ക് എന്ന യുവ നേതാവ് നേടിയ ഒരു വലിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ആ ഒരു മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിലും LDF-ന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? അതിന് പുതുപ്പള്ളി അനുകൂലിക്കുമോ LDF-നോട്? തീർച്ചയായും അത് കാത്തിരുന്ന് കാണേണ്ട ഉത്തരമാണ് ഭവ്യ. തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രവചനങ്ങൾ ഒരു പരിധിവരെ അസാധ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ് എന്ന് പൊതുവെ ഇടതുമുന്നണി അടക്കം വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട മരണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം, ഉമ്മൻചാണ്ടിയോട് കേരളമാകെ കാണിച്ചൊരു സ്നേഹം, ഒപ്പം തന്നെ പുതുപ്പള്ളിയിൽ കണ്ട വലിയ ജനസാഗരം, അതിനുശേഷം കല്ലറയിൽ കണ്ട തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ഉമ്മൻചാണ്ടി എന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ജനങ്ങൾക്ക് വലിയ സ്നേഹമാണ് ഉള്ളത് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നേതാക്കളും എല്ലാം വിലയിരുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ വൈകാരികത അവിടെയുണ്ട്. അവിടെയാണ് ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കാൻ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നത്. ആ വികസന ചർച്ചകളടക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ ചർച്ചകൾക്കിടയിൽ എത്രത്തോളം തങ്ങൾക്ക് അനുകൂലമാക്കി, ആ ചർച്ചകളിലൂടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. എന്തായാലും അതിനുള്ള തുടക്കമാണ് ഇന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ, ഇന്ന് നാളെയൊക്കെ നടക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഇടതുമുന്നണി ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും മണ്ഡലത്തിൽ നിരവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ നേതാവ് തന്നെയാണ് ജെയ്സി തോമസ്. അതും ഉമ്മൻചാണ്ടി എന്ന അതികായനോട്. ആ ഒരു പരിഗണന ജയിക്കിന് പുതുപ്പള്ളി, ഈ പുതുപ്പള്ളി മണ്ഡലത്തിലെ മണർകാട് പഞ്ചായത്തിൽപ്പെട്ട ആളുമാണ്. കഴിഞ്ഞ തവണ മണർകാട് പഞ്ചായത്തിൽ ജയിക്ക് മുന്നിലെത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്പം കൂടി രാഷ്ട്രീയമായി വ്യത്യസ്തമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം മാറ്റാൻ പ്രചരണത്തിലൂടെ ഇടതുമുന്നണിക്ക് കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് അതിന്റെ ഒരു ഉത്തരം കൂടി അനുസരിച്ചിരിക്കും പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഭവ്യ, ഞാൻ എന്തായാലും ശ്രീജിത്തിലേക്ക് തിരികെ എത്താം. ഇപ്പം നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. എന്തായാലും ഇന്ന് LDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ഇന്ന് അറിയാമെന്നാണ് മനസ്സിലാക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. UDF ആണെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും ഇലക്ഷൻ പ്രചരണങ്ങളുമൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമോ? എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ന് പ്രഖ്യാപനമുണ്ടാകില്ല. ഇന്ന് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ധാരണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുപ്പള്ളിയിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു ധാരണയെത്തും. നിലവിലുള്ള സൂചന പ്രകാരം ജെയ്ക്ക് തോമസ് വീണ്ടും, അതായത് മൂന്നാം തവണയും പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ തന്നെയാകും സാധ്യതയെന്നാണ് ഇപ്പോൾ കരുതുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജെയ്ക്ക് തോമസിന് 2 തവണ ഉമ്മൻചാണ്ടിയോടൊപ്പം മത്സരിച്ച് പ്രദേശവാസിയാണ്. ഒപ്പം 2 തവണ മത്സരിച്ച് അതിന്റെ പരിചയമുണ്ട്. കൂടാതെ 2 തവണ, ആദ്യ തവണ മത്സരിച്ച് 5 വർഷമായി ഓരോ മഴക്കാലത്തും ചാലക്കുടിക്കാരുടെ നെഞ്ചിൽ തീയാണ്. 2018 പ്രളയം മുതൽ മഴക്കാലത്ത് ചാലക്കുടി പുഴയ്ക്ക് ഇരുവശവും വെള്ളം കയറും. നിർത്താതെ മഴ പെയ്താൽ ബന്ധുവീടുകളിലേക്ക് പലായനം ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. മഴ കനത്താൽ ചാലക്കുടി പുഴയുടെ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും. പിന്നെ ദുരിതപ്പെഴുത്തിന്റെ കാഴ്ചകളാകും ഇവിടെ. മഴ ശക്തമാകുമ്പോൾ പ്രളയത്തിന്റെ ഓർമ്മകൾ ചാലക്കുടി നിവാസികളുടെ നെഞ്ചിടിപ്പ് കൂട്ടും. എനിക്കും എൻ്റെ പ്രദേശവാസികൾക്കും കിട്ടേണ്ടതായിട്ടുള്ള വീടിന്റെ സ്ഥിതി എന്ന് വെച്ചാൽ അടുക്കളയുടെ ഭാഗം തറ അടക്കം വിണ്ടു പൊളിഞ്ഞ് കളക്ട്രേറ്റിൽ നിന്ന് വന്നപ്പോൾ അവിടെ ആ തറയടക്കം പൊളിച്ചു മാറ്റി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചെയ്യാനായിട്ട് ഒന്നിച്ചില്ല ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഹസ്ബൻഡിൻ്റെ പേരിൽ 10,000 രൂപ കിട്ടിയതുകൊണ്ട്, ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ കളക്ട്രേറ്റിൽ നിന്ന് വന്നവർക്ക് എൻ്റെ പേരായിരുന്നു സുപരിചിതമായിരുന്നത്, എൻ്റെ പേരാണ് ചേർത്തത്. അപ്പോൾ ഒരു കുടുംബത്തിന് അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഇനി ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് പാടം പോലുള്ള ഞങ്ങളെ തൊട്ടടുത്ത് താമസിക്കുന്ന പലർക്കും ഈ 10,000 രൂപ വിട്ടിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പുരയുടെ മുകളിൽ കൂടെ പോലും വെള്ളം പോയ ആളുകൾ, ലൈഫ് വെച്ചാൽ അവരൊക്കെ ചിലവരൊക്കെ വീട് വച്ച് അങ്ങോട്ട് കയറി താമസിച്ച ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ വന്നത്. നമ്മൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളിൽ
കുറേയൊക്കെ പിടിപ്പേടുകളുണ്ടെങ്കിലും ഗവൺമെൻറ്റുകളെ കുറ്റം പറഞ്ഞതുകൊണ്ടും മാത്രം ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പുഴയുടെ ഇരുകരകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പ്രളയകാലത്ത് ആളുകൾ മാറി താമസിച്ച പ്രദേശങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശം ഏതു നിമിഷവും വരാം. പ്രളയത്തിന് 5 ആണ്ട് തികയുന്ന വേളയിലും അന്നത്തെ നഷ്ടങ്ങൾ നികത്താൻ പലർക്കും സാധിച്ചിട്ടില്ല. അവിടെ സൂചിപ്പിച്ച പോലെ ആശങ്കയുണ്ട്. പ്രളയം മഴക്കാലം വരുമ്പോൾ ഇനിയും വരുമോ എന്നുള്ള രീതിയിലുള്ള, പിന്നെ വ്യാജമായുള്ള വാർത്തകളും ഒക്കെ ജനങ്ങളെ ഒരു ഭീതി പരത്തുന്നുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും സർക്കാരും പഞ്ചായത്തൊക്കെ അത് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ ഇനി ഈ പ്രളയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടൽ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. സ്വരുക്കൂട്ടിയതെല്ലാം പ്രളയത്തിൽ നഷ്ടമായവർക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടോ എന്ന് വിലയിരുത്തേണ്ട സമയമാണിത്. ന്യൂസ് 18 തൃശൂർ. ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളി നാളെയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൽ ഇത്തവണ മാറ്റുരയ്ക്കുക 72 വള്ളങ്ങളാണ്. സംഘാടകരുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പുന്നമടക്കായലിന്റെ ഓളങ്ങളിൽ ചുണ്ടന്മാർ പോരിനിറങ്ങാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. 1 മാസത്തിലേറെ നീണ്ട കഠിന പരിശീലനം പൂർത്തിയാക്കി കളിവള്ളങ്ങളെല്ലാം മാലിപ്പുരകളിൽ അവസാനവട്ട മിനുക്കുപണിയിലാണ്. 19 ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം 3 ചുരുളൻ, 32 ഇരുട്ടുകുത്തി, 11 വെപ്പ, 7 തെക്കനോടി വള്ളങ്ങളും പുന്നമടയിലെ ട്രാക്കിൽ മാറ്റുരയ്ക്കും. ആവേശപ്പോരിൽ 5 ഹീറ്റ്സുകളിൽ ഏറ്റവും കുറഞ്ഞ വേഗം കണ്ടെത്തുന്ന 4 എണ്ണമാണ് കലാശപ്പോരിനിറങ്ങുക. കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണൽ തുഴച്ചിൽക്കാർക്കൊപ്പം ഇതര സംസ്ഥാനങ്ങളിലെ തുഴച്ചിൽക്കാരുമുണ്ട്. ചമ്പക്കുളം മൂലം ജലോത്സവത്തിനിടെ സ്ത്രീകൾ തുഴഞ്ഞ തെക്കനോടി വള്ളം മറിഞ്ഞത് പരിഗണിച്ച് സ്ത്രീകളുടെ വേഷം സാരിയിൽ നിന്ന് ജേഴ്സിയും പാന്റുമാക്കി മാറ്റിയിട്ടുണ്ട്. മേളക്കായുള്ള വിവിധ വകുപ്പുകളുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഹരിത വി കുമാർ പറഞ്ഞു. വള്ളങ്ങൾ 9 വിഭാഗങ്ങളിലായി 72 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. 19 ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ഉദ്ഘാടന സമയത്തിന് ശേഷം, അതായത് 3 മണിക്ക് ശേഷം ഹീറ്റ്സും 4 മണിക്ക് ശേഷം ചെറുവള്ളങ്ങളുടെ ഫൈനൽസും ചുണ്ടൻ വള്ളത്തിന്റെ ഫൈനൽസും ആയിരിക്കും നടക്കാൻ പോകുന്നത്. കുറേയധികം റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കേണ്ട സാഹചര്യമുണ്ട്. ചമ്പക്കുളത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസും കൂടി കണക്കിലെടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേഷവിധാനം ട്രാക്ക് സൂട്ട് തന്നെ വേണം എന്നുള്ള നിബന്ധന ഓൾറെഡി റേസ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വള്ളങ്ങളും ക്ലബ്ബുകളും എല്ലാം ഓൺ ബോർഡാണ്. രണ്ടാമത്തെ കാര്യം, സ്പീഡ് ബോട്ടുകൾ, യന്ത്രവൽകൃത ബോട്ടുകൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള സ്ഥലത്ത് മത്സരം തുടങ്ങുന്ന പോയിന്റ് മുതൽ അവസാനിക്കുന്നത് വരെ ശക്തമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ച് മന്ത്രിമാരെത്തുന്ന വള്ളംകളിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, വ്യോമസേന സതേൺ എയർ കമാൻഡ് കമാൻഡിംഗ് ഇൻ ചീഫ് എന്നിവർ മുഖ്യ അതിഥികളായി എത്തും. വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന 12 ലക്ഷം കവിഞ്ഞു. പ്രിന്റ് ചെയ്ത ടിക്കറ്റുകളുടെ വിൽപ്പനയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ പുരോഗമിക്കുകയാണ്. 2000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വള്ളംകളിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. 2018 പ്രളയശേഷം അനുകൂല കാലാവസ്ഥയിൽ നടക്കുന്ന 69ാമത് ജലമേള അത്യന്തം ആവേശകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് വള്ളംകളി പ്രേമികൾ.
ജനങ്ങളെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റുന്നതായിരിക്കും ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലമേള. ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും പുന്നമടക്കായൽ നടക്കുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചിങ്ങമെത്തുമ്പോഴേക്കും മലപ്പുറം പുഴക്കാട്ടിരിയിലെ ചെണ്ടുമല്ലി പാടങ്ങൾ പൂത്തുകഴിഞ്ഞു. കർഷകരായ മുബീനും അസീസിനും പൂത്തുകിടക്കുന്ന ചെണ്ടുമല്ലി ചെടികളിൽ ഇക്കുറി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഏറെയുണ്ട്. സിബി അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ചിങ്ങം വരുന്നതിന് മുമ്പ് തന്നെ മലപ്പുറത്തെ പൂപ്പാടങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ പൂക്കളെല്ലാം തന്നെ നേരത്തെ വിരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഴക്കാട്ടിരിക്കടുത്താണ്. ഇവിടെ എല്ലാ വർഷവും പുഴക്കാട്ടിരിയുടെ പല ഭാഗങ്ങളിലായിട്ട് പൂക്കൃഷി നടത്തുന്നവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. മുബീനും അസിക്കയും. കോവിഡ് ടൈമിലാണ് ഫസ്റ്റ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് പിന്നെ തമിഴ്നാട് നിന്നും ഇങ്ങോട്ട് പൂക്കൾ വരില്ല പറഞ്ഞപ്പോൾ കൃഷി ഓഫീസർ ബബിത മാഡവും സിദ്ദീഖ് സാറ്, അതേമാതിരി നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു വേറൊരു എസ് ഐ ഉണ്ടായിരുന്നു റിജിമോൻ സാറും, അങ്ങനെ അവരൊക്കെ പാടെ നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തു ഇവിടേക്ക് പൂ വരില്ല പറഞ്ഞിട്ട്. പക്ഷേ അന്ന് എന്താ വെച്ചാൽ നഷ്ടമായി. എന്താ വെച്ചാൽ ആരും കോളേജ് സ്കൂളൊന്നും ഇല്ലല്ലോ, പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നഷ്ടം വന്നത്. രണ്ടാം തവണത്തെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഇപ്പം നേരത്തെ പൂവായി, അതാണ് ഞങ്ങളെ പ്രശ്നമായത്. പുറത്തേക്ക് പോകാൻ തുടങ്ങിയോ പൂക്കളൊക്കെ? ഇല്ല, പോയിട്ടില്ല. ഞങ്ങൾ കട്ട് ചെയ്യണം. അങ്ങനെ ചെറിയ 1 കിലോ 2 കിലോനൊക്കെ പോയിട്ട് പോയി. 100 കിലോനൊന്നല്ല ഇപ്പം കട്ട് ചെയ്യാനുള്ളത്. കണ്ടില്ല, വലിയ വലിയ പൂക്കളാണ് ഇപ്പം ഉള്ളത്. പിന്നെ പൂക്കൃഷി ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ എങ്ങനെ എന്തായെന്നുള്ളത് അന്ന് കൊറോണയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു പിന്നെ പരിചയക്കുറവുണ്ടായിരുന്നു. രണ്ടാമത്തേൽ ഞങ്ങൾക്ക് ഒന്നുകൂടി പഠിച്ചു. മൂന്നാമത്തേൽ കൂടുതൽ പഠിച്ചു. ഇനി എങ്ങനെ ചെയ്യുക, എങ്ങനെ കൊണ്ടുവരാം, ഇതുകൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നുള്ള അതിൻ്റെ ഐഡിയകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. നഷ്ടങ്ങളൊക്കെ വരും, അത് ഇപ്പോൾ കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ട്. 3 മാസമാണ്. 3 മാസം കൊണ്ട് ഈ ഓണം കഴിഞ്ഞാൽ ഇതിനൊരു മനുഷ്യന് വേണ്ട. ഈ ഓണം സ്കൂള്, കോളേജ്, പിന്നെ ബാലവാടി, അംഗൻവാടി ഇങ്ങനെയുള്ള മറ്റുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് വേണം നമ്മളിത് വെച്ചത്. അതെല്ലാവരും വന്ന് സഹകരിച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു 10 റുപ്യ ഞങ്ങൾ ടോക്കൺ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് വെച്ചിട്ടില്ല. ഒരു 10 റുപ്യ ടോക്കൺ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരോടും സഹകരിക്കാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറിക്കത്തരി പദ്ധതി അങ്ങനെ നോക്കാന്നുള്ളൊരു അഭിപ്രായം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മൂവാറ്റുപുഴയിൽ KSCB ജീവനക്കാർ വാഴക്കുല വെട്ടിനിരത്തിയ സംഭവത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് സ്ഥലം സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. എത്ര മക്കൾ? 3 പേര്. 2 പേര്. മിനിസ്റ്റർ നമസ്കാരം. ഈ നാടിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ, അതായത് 2011 ഇവിടെ ശക്തമായ ഒരു കൊടുങ്കാറ്റുണ്ട്. അപ്പോൾ ഈ ലൈൻ നിൽക്കുന്നതിൻ്റെ 2ാമത്തെ പോസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു തേക്ക് മറിഞ്ഞു വീണു ലൈനയിലേക്ക്. ആ ലൈനയിലേക്ക് തേക്ക് മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് ഈ സംഭവം ലൈൻ പൊട്ടി തറയിൽ കിടന്നു. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് ആ സമയത്തേക്ക് ഈ ലൈൻ താണു. സാറിന് നോക്കിയാൽ അറിയാം, ഈ പറയുന്ന സംഭവം മറ്റ് 2 ലൈനുകളും ഉയർന്നും ഈ ലൈൻ താഴെയുമാണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. പക്ഷേ ഇവിടുന്ന് ഈ പോകുന്ന റിപ്പോർട്ടുകൾ ഈ വാഴയുടെ ഹൈറ്റുള്ള വാഴയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ലൈൻ താഴെയാണ്. ഇതെങ്ങോട്ട് നോക്കിയാൽ വളരെ അപകടകരമായ രീതിയിലാണ്. ഗവൺമെൻറ്റിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ 7 മീറ്ററിലധികം എന്ന് പറയുമ്പോൾ സാറ് നോക്കുമ്പോൾ ഈ കാര്യം വസ്തുതാപരമായി മനസ്സിലാവും. ഈ ലൈൻ താഴ്ന്നാണ്. ഈ ഭാഗത്താണ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. ഈ ഭാഗത്ത് ആ പറമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ലൈൻ വീണ്ടും കുറച്ചുകൂടി താന്നിറങ്ങുന്നത്. ഉച്ചയാകുമ്പോൾ ഈ ലൈൻ വീണ്ടും താഴും. ചൂട് പിടിച്ച ലൈൻ വീണ്ടും താഴും. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ലൈൻ പതുക്കെ പിന്നെ പോകും. 1 മീറ്ററോളം ലെങ്ത് ഉണ്ട് ഈ ലൈന്. ഈ രണ്ട് ടവർ ലൈനാണ്. അപ്പോൾ ഇത് ഉച്ച വീണ്ടും താന്ന് വരും. ആ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ 7 ഉച്ചയ്ക്ക് അളന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 7 മീറ്റർ താഴെ വരും. അത് ഉച്ചയ്ക്കൊക്കെ അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ അളന്നപ്പോൾ 7 മീറ്റർ താഴെ ഉള്ളപോലെ നമുക്ക് തോന്നും. നമുക്കറിയില്ല അതെങ്ങനെയാണെന്നോ അതിൻ്റെ. അതിവിടെ മാറി നിന്ന് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും സാറേ. 2 ലൈൻ ഹൈറ്റിലാണ്. ഈ ലൈനാണ് പൊട്ടി വീണത്. സാർ അവിടെ നിന്ന് നോക്കുമ്പോൾ പറയാം, ആ 3 ലൈൻ ഒപ്പം നിൽക്കേണ്ട ലൈനുകളാണ്. ഈ ലൈൻ പൊട്ടി വീണു 2011. അതായത് ചേലക്കൽ രവി സാർ എന്ന് പറയുന്ന കക്ഷിയുടെ വീട്ടിൽ ആ പുരയിടത്തിലാണ് ഈ ലൈൻ പൊട്ടി വീണത്. ആ പൊട്ടി വീണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലൈൻ താഴ്ന്നത്. അത് അവിടെ അറേഞ്ച് ചെയ്തു. പക്ഷെ ആ 2 കാലുകൾ കൂടി ആ സ്പാനാണ് കറക്റ്റ് ചെയ്തത്. അതിനുശേഷം മറ്റേ ഇപ്പുറത്തേക്ക് ഉള്ള സംഭവം താഴ്ന്നു കിടന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് വേറെ മെയിൻ്റനൻസ് കിടന്നിട്ടില്ല. അതാണ് ഈ ഒരു ലൈൻ താഴ്ന്നു നിൽക്കാനുള്ള കാരണം.
നമ്മുടെ പിള്ളേരാരെങ്കിലും പറഞ്ഞ കണക്ക് ഒത്തിരി വളരെ പുഴയൊക്കെ ഉള്ളതാണ്. പിള്ളേർ മീൻ പിടിക്കാനും ഈ പറഞ്ഞ കണക്ക് തോട്ടിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഭാഗത്തൊക്കെ പോയി അറിയാണ്ട് തന്നെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് അടുത്ത് വരാൻ പോകുന്നത്. സൂക്ഷിക്കേണ്ടത്. ആ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലിയറൻസ് വളരെ അടുത്താണ് നിൽക്കുന്നത്. അതിനകത്തെ നമുക്ക് ഈ ലൈൻ പൊക്കി കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം. നമുക്ക് അവരെ ബന്ധപ്പെടാം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് വൈദ്യുത മന്ത്രിയുടെയും ശ്രദ്ധയിൽ നോക്കി ഈ കാര്യം കൊണ്ടുവരാം. നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്ന കൃഷി വകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അത് തന്നെയാണ്. നമുക്ക് ഈ ലൈൻ ഇവിടുത്തെ ഉള്ള മറ്റ് കൃഷികൾക്ക് എത്ര ലൈനോട് ചേർന്ന് അടുത്ത് വരാത്ത തരത്തിലുള്ള കൃഷിയെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നാളെ തരത്തിൽ ആർക്കെങ്കിലും ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പിന്നെ അത്തരം പ്രയാസം ഉണ്ടാവാത്ത തരത്തിലുള്ള കൃഷിയെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യമല്ല. അതിനനുസരിച്ചുള്ള കൃഷി നമുക്ക് ഇവിടെയും ചെയ്യുക. മറ്റ് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ ലൈനിൽ എന്താണോ പണികൾ ചെയ്യേണ്ടത് അത് ചെയ്യണം, ചെയ്ത് ക്രമീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ സാറേ മറ്റേ പ്രസരണ വിഭാഗത്തിന്റെ ഡയറക്ടർ വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ കണ്ടിരുന്നു. പിന്നെ വന്ന സമയം ഇത്തിരി വൈകിയാണ്. അതായത് മറ്റേ ഇതുപോലെ വ്യക്തമായി കാണാവുന്ന ഒരു സമയമല്ല. പിന്നെ വീട്ടിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഉണ്ടാവും, അത് മറ്റേ മൊത്തത്തിൽ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് ഇതിനുള്ള ഒരു ധനസഹായം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന അവസരത്തിൽ ഈ കാര്യവും ചർച്ചയിൽ വന്നതാണ്. അദ്ദേഹം അത് ഗൗരവതരമായി എടുത്തിട്ടുണ്ട്. തീർച്ചയായും അതിനകത്ത് മറ്റേ രണ്ടുപേരും, രണ്ട് മന്ത്രിയും കർഷകരും കർഷകരോട് താല്പര്യമുള്ളവരും ആയതുകൊണ്ട് അതിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ നടപടി തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനകത്ത് മറ്റേ ഇവരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും അഗ്രികൾച്ചർ പിന്നെ മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. ഈ സമൂഹത്തെ അത് നേരായ രീതിയിൽ നടത്താൻ അവരുടെ സ്വാധീനം ചെറുതും. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് മനസ്സിലായി. അത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പോലും ഒരു കാര്യം കൂടി, ഈ KCB ജീവൻ ഇത് ചെയ്ത ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടി വകുപ്പാണ് ആലോചിക്കേണ്ടത്. നമ്മൾ അവരോട് വൈദ്യുതി മന്ത്രിയുമായിട്ട് ഇല്ല, അത് ആ വകുപ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കർഷകർ പറഞ്ഞത് ഇത് മേലിൽ ആവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുതി ലൈനാണ് 220 kV ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കതിന് മറ്റ് സാങ്കേതികത്വമൊന്നും അറിയില്ല എങ്കിൽ പോലും വളരെ വലിയ ഇതിലാണ് കറണ്ട് അതിൽ കൂടി പാസ് ചെയ്യുന്നുള്ള ഒരു സാമാന്യ ധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. സാധാരണ ഒരു വൈദ്യുതി ലൈൻ അപ്പുറത്തേക്കുള്ള ഒരു ഹൈ ടെൻഷൻ അല്ലെ എക്സ്ട്രാ ഹൈ ടെൻഷൻ വൈദ്യുതി ഇത് വരുന്ന ഒരു ലൈനാണ്. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എത്രമാത്രം അകലത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലെങ്കിൽ കൃഷി ചെയ്യേണ്ടത്, നമുക്ക് എത്താൻ പറ്റുന്നതൊക്കെയുള്ള കൃത്യമായൊരു രീതിയുണ്ട്. അതിനൊരു വെറും ധാരണയോ ബോധ്യമോ അല്ല, അതിനനുസരിച്ച് കൃത്യമായി ഇക്കാര്യത്തിലെല്ലാമുള്ള ഒരു തീരുമാനങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമുക്ക് കൃഷി ചെയ്യുന്ന കാര്യത്തിനകത്ത് അവിടങ്ങളിൽ കൃഷി ചെയ്യുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട ആളുകൾ ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റാത്തത് എന്നിവയുള്ളതെല്ലാം ഉണ്ടാവും. അപ്പം എത്രമാത്രം അതിനടുത്ത് വരെയും എത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്ത് തന്നെ ഉയർന്നു വന്നാൽ തന്നെയും അക്കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും കാണുകയും പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. വാഴ അത്രയും വെട്ടിക്കളഞ്ഞതിനോട് വൈദ്യുതി വകുപ്പും യോജിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ആ മന്ത്രി തന്നെയും ആ അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ കാര്യത്തിലൊരു നഷ്ടപരിഹാരം തരത്തിലൊരു ധനസഹായം നൽകുന്നതിലേക്ക് എത്തുകയും ചെയ്തു. നാളുകളിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായും കൃഷിയിടങ്ങളുണ്ടാവും. അങ്ങനെ ഉള്ള ഇടങ്ങളിൽ കൃഷിയിടങ്ങളുള്ള ഇടങ്ങളിൽ കൃഷി വകുപ്പിൻ്റെ ആളുകളുമായിട്ട് ആലോചിച്ച് വൈദ്യുതി വകുപ്പ്, കൃഷി വകുപ്പ്, ബന്ധപ്പെട്ട പ്രദേശത്തെ ജനപ്രതിനിധികളും കർഷകരും ഒന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അങ്ങനെ ഒരു പ്രാദേശികമായി തന്നെയും ഒരു ആലോചന നടത്തിയിട്ട് നമുക്ക് കൃഷി വകുപ്പിൻ്റെ വഴിയായും കർഷകർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇന്ന തരത്തിലുള്ള വിളകൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പറയാം. അങ്ങനൊരു ക്രമീകരണം വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃഷി ദിനത്തിന്, അതായത് കർഷക ദിനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് തന്നെ ഒരു കർഷക ദിനത്തിന് മുന്നോടിയായിട്ട് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് വളരെ ഇതായി തോന്നുന്നു, അദ്ദേഹം എത്രയോ സൗമ്യനായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നുള്ളതാണ്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അത് കാണിച്ചപ്പോഴും കേരളമെല്ലാം കണ്ടതാണ്.
തോമസ് ചേട്ടന്റെ ആ ഒരു തോമസ് ചേട്ടന്റെ കരഞ്ഞുകൊണ്ടുള്ള ഒരു ഇരിപ്പ്, ആ ദൃശ്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. തോമസ് ചേട്ടന്റെ ഒരു ഇരിപ്പും തോമസ് ചേട്ടന്റെ മക്കളുടെയും ഇക്കാര്യത്തിലുള്ള ഒരു അവരൊരു പ്രതികരണം തന്നെയും നമ്മളെയൊക്കെ വല്ലാണ്ട് ഒരു കർഷകൻ, സാധാരണ കർഷകൻ അങ്ങനെയാണ്, അവരുടെ ഒരു വികാരങ്ങൾ അവർ പറയുന്നതെല്ലാം പ്രകടിപ്പിക്കുന്നതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ഒരു കർഷകൻ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരും അങ്ങനെ ഒരു ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല. അല്ല, അതാണ് ഒരു സാധാരണ ഒരു കർഷകന്റെ രീതി അങ്ങനെയാണ്. അവർക്ക് ഒരു ഉള്ളിൽ ഭയങ്കരമായ വിഷമമായിരിക്കും അവരുണ്ടാവുക. സാധാരണ എല്ലാവരും പറയാറ് പതിവ്, ഒരു കർഷകൻ ഒരു കൃഷി ഒരു വെള്ളം നട്ടുപിടിപ്പിച്ചാൽ അതിനെ പരിചരിക്കുന്നത് മക്കളെ പരിചരിക്കുന്നത് പോലെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ കണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും എല്ലാവരും കർഷകരാണ്. അന്നൊക്കെ സ്കൂളിൽ തന്നെ നമ്മളെല്ലാം എഴുതി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ ഒരു ജോലി ഫാർമർ എന്ന് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ സ്കൂളിൽ PTA യോഗത്തിനൊന്നും വരാൻ ആർക്കും സമയം ഉണ്ടാവില്ല, എല്ലാവരും കൃഷിയിടത്തിലായിരിക്കും. അപ്പോൾ ആരും ഇന്നത്തെ പോലെ PTA യോഗങ്ങൾക്കില്ല. PTA അധ്യാപക രക്ഷകർത്തൃ യോഗം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഒരാളൊക്കെയാണ് വരുന്നത്, 2 പേരൊക്കെയാണ് മാക്സിമം വരുന്നത്, 2-3 പേരൊക്കെയാണ് വരുന്നതെല്ലാം. അപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും കൃഷിപ്പണിയാണ്, ഇതാണ്. അപ്പം മക്കളുടെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറവും ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. കുഞ്ഞുങ്ങൾ പോയി പഠിച്ചോളും, പക്ഷെ ഇത് നമ്മൾ നോക്കില്ല, എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും എന്ന കണക്കുകൂട്ടലിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനേക്കാൾ ഭയങ്കരമായ പരിചരണവും താല്പര്യവും കൊടുത്തിട്ടാണ് കൃഷിയിൽ ഒരു കർഷകൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കർഷകൻ ആ കൃഷിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അതാണ് അവരുടെ ഒരു വാക്കുകളിൽ പ്രകടമാകുന്നത്. അതിനെയാണ് ഒരു സമൂഹം ഉൾക്കൊണ്ടത്, അതിനനുസരിച്ചിട്ടാണ് ഒരു ഇടപെടൽ നടത്തണമെന്ന് ആലോചിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഇത് ഓണത്തിൻ്റെ അനുസരിച്ചിട്ട് വിളവെടുക്കാൻ വേണ്ടിയാണ് ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത്തവാഴ സാധാരണഗതിയിലല്ല, അതിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പുറമേ നിന്ന് നമുക്ക് ഏത്തക്കൊലകളൊക്കെ എത്താറുണ്ട്. നമുക്ക് ഓണത്തിൻ്റെ വിപണി നോക്കുമ്പോൾ അറിയാം, നാടൻ കായ്ക്ക് ഒരു ഇച്ചിരി ഡിമാൻഡുണ്ടാവും. അപ്പോൾ ആ ഡിമാൻഡ് അനുസരിച്ച് ഒരു കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് അതൊരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമായി കണക്ക് കൂട്ടിയ ഒരു കർഷകൻ അത് മുഴുവൻ ഒരു കാറ്റടിച്ച് മറിഞ്ഞ് വീണാൽ നമുക്ക് പിന്നെയും മനസ്സിലുണ്ട്. പക്ഷേ അത് ഒരാൾ വെട്ടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ശരിയാവാം, ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ഘടകങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അന്നേരവും നമ്മുടെ ഉള്ളിൽ അത് ബോധ്യപ്പെടാതെ ഇങ്ങനെ കിടക്കും. ഇത് ഒറ്റയടിക്ക് ഇത് വെട്ടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേറെ ഇതില്ല. അതുകൊണ്ട് നമുക്ക് കേവലം ക്രൂരതയാണ് എന്നെല്ലാം പറഞ്ഞിങ്ങനെ മാറി നിന്നില്ല. എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. നാളെ ഇത് ആവർത്തിക്കാൻ പാടില്ല ഇങ്ങനൊരു കാര്യം. അപ്പോൾ കർഷകന് അധ്വാനത്തിൻ്റെയും കർഷകൻ്റെ മനസ്സിൻ്റെയും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ഇത്ര എമൗണ്ട് കൊടുത്തു, അത് മാത്രമായിട്ട് കഥയില്ല. നമ്മളെല്ലാവരും കണക്കാക്കാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഈ കൃഷി വകുപ്പിലായാൽ പോലും കൃഷി പഠിക്കുന്നവരും ഇൻപുട്ട് എന്ന് പറഞ്ഞെല്ലാം നിൽക്കും. ഇതിൽ മുടക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഇപ്പം ഇതിന് മുടക്കുന്ന പൈസ അല്ലെങ്കിൽ വിത്ത്, വളം, വെള്ളം, ഇതൊക്കെ എല്ലാമാണ്. ഈ മനസ്സെന്ന് അധ്വാനവും കണക്കൂട്ടും. പക്ഷേ അധ്വാനത്തിനപ്പുറത്തേക്ക് ഒരു മനസ്സുണ്ട്. കർഷകൻ്റെ കുടുംബത്തിൻ്റെ ഒരു മനസ്സിനകത്തേക്ക് നിൽക്കുകയാണല്ല. അത് നമ്മൾ യന്ത്രമല്ല വന്ന് ജോലി ചെയ്തൊന്നും, വന്ന് നിന്നല്ല ഒരു മനുഷ്യരാണ്. അവരുടെ ഒരു മനസ്സുണ്ട് ഇതിനകത്ത്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഈ ഒരു കണക്ക് കൂട്ടാൻ പറ്റും? അപ്പോൾ അതൊരു നമ്മളെല്ലാവരും കണക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ആലോചിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ചിങ്ങം പുലരുമ്പോഴും ഇത് ഒരു വേദനയായിട്ട് ആ മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കരുത് എന്നുള്ള ഇടത്തിലൊരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വേറെ ഒന്നുമല്ല കണക്ക് കൂട്ടി നോക്കിയത്. ഇതെത്ര അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന് അതിനൊരു ന്യായമായ ധനസഹായം ലഭ്യമാക്കണം എന്ന് തീരുമാനിച്ചു. അത് ഞാനും വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ചേട്ടനും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവിടുന്ന് കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ സന്ദർശിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. അതിനനുസരിച്ച് ഇവിടുത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ആ റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനൊരു അദ്ദേഹത്തിനൊരു ധനസഹായം നൽകുന്നതിലേക്ക് എത്തിയത്. നമ്മൾ ഈ പരാതി നൽകി, നമ്മൾ ന്യൂസ് 18 ഇത് വാർത്തയാക്കിയപ്പോൾ പോലും തോമസ് ചേട്ടൻ പറഞ്ഞത് ഇത് വാർത്തയാക്കണ്ട, എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ, പരാതി കൊടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയാ പറഞ്ഞത്. എനിക്ക് സുഖമില്ല, അത് നടുവേദനയൊക്കെയുള്ളതാണ്. എനിക്ക് ഇവിടെ വന്നിട്ടൊന്ന് പോയി പണിയിപ്പിച്ചൊക്കെ പോയി ഞാൻ പോകും. പിന്നെ ഞാൻ അതിന്റെ പുറകെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കേസും കൂട്ടായിട്ട് നടക്കാനൊന്നും. ഞാൻ 70 വയസ്സ് വരെ ആയിട്ട് ഞാൻ ഒരു പോലീസിലും പോയിട്ടില്ല, ഒരാവശ്യത്തിനും പോകേണ്ട വന്നില്ല. അതാണ്. ഒറ്റ സെക്കൻഡ് പറഞ്ഞത്. അതായത് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം ഇദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ അപ്പം നേരം യാദൃശികമായിട്ട് തഹസിൽദാർ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ തഹസിൽദാർ പറഞ്ഞു, നാളെ താലൂക്ക് വികസന സമിതിയുടെ മീറ്റിംഗ് വരുന്നുണ്ട്, ഒരു അപേക്ഷ ഇവിടെ തരാൻ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ കാര്യം പോയത് പോയി.
അതിൽ കേസിന് നടക്കാൻ പറ്റില്ല എന്നാണ് അതിൽ പ്രസിഡന്റ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ കേസ് പോവില്ല. സ്വന്തം നിലയ്ക്കാണ് ആരോഗ്യ വികസന സമിതി പോയത് പോട്ടെ, ഞാനിത് വെട്ടി അന്നോട്ട് എനിക്ക് വിശപ്പില്ല, ഉറക്കമില്ലാണ്ടായി പോയി, അത്രേ ഉള്ളൂ. അത് രണ്ട് സംഭവിച്ചു എന്നുള്ളൂ. ഒരു കാര്യമുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ ലൈൻ പൊക്കുന്നുണ്ട് പറഞ്ഞത്. നമുക്കത് അവരോട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ലൈനിന്റെ കാര്യത്തിനകത്ത് വേണമെങ്കിൽ ഒരു കാര്യം വെക്കാൻ സ്ഥലം ഇവിടെ കൊടുക്കാം. ഞങ്ങൾ വിട്ടുകൊടുക്കാം. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ മന്ത്രിയെത്തേനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൃഷി വകുപ്പിന്റെ നല്ലൊരു സഹകരണത്തിന്റെ പുറത്താണ് നമുക്ക് ഒരു വിജയം ഉണ്ടായത്. ഈ ഓണം ഇരട്ടി സന്തോഷം. സന്തോഷം തന്നെ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മന്ത്രി വന്നതോടുകൂടി ഞങ്ങൾക്ക് അതിൽ കൂടുതൽ സന്തോഷമാണ്. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഒരു മന്ത്രി നമ്മുടെ അടുത്ത് വരുവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ആദ്യമായിട്ടാണ് മന്ത്രി ഇത്ര അടുത്ത് തന്നെ ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു മന്ത്രി ഞാൻ തന്നെ 3-4 പ്രാവശ്യം ഞങ്ങളെ അച്ഛനായിട്ട് സംസാരിക്കുകയും ചെയ്തു. വൈദ്യുതി മന്ത്രി സംസാരിച്ചു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഒരു മന്ത്രി നമ്മളെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ 10 മിനിറ്റോളം അന്ന് സാർ ആദ്യം വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് ചേട്ടൻ പുള്ളി എടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമ്മളിപ്പോൾ നമ്മളെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് നമ്മളെ വന്ന് കണ്ടതിനും നമ്മളിവിടെ സ്ഥലം സന്ദർശിച്ചതിനൊക്കെ ആയിട്ട്. മൂവാറ്റുപുഴയിൽ KCB ജീവനക്കാർ വാഴക്കുല വെട്ടി നിരത്തിയ സംഭവത്തിൽ സ്ഥലത്ത് ആ കർഷകനെ കണ്ണീര് കണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് കൃഷിമന്ത്രി P. പ്രസാദ്. അദ്ദേഹം വാഴക്കുല വെട്ടി KCB ഉദ്യോഗസ്ഥർ വാഴക്കുല വെട്ടി നശിപ്പിച്ച സ്ഥലം കൃഷിയിടം സന്ദർശിക്കുകയായിരുന്നു. KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നിട്ടില്ല. വൈദ്യുതി മന്ത്രിയുമായി സംസാരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി P. പ്രസാദ് പറഞ്ഞത്. നാട്ടുകാരടക്കം ന്യൂസ് 18 അഭിനന്ദനങ്ങൾ നേർന്നതും നമ്മൾ കണ്ടു. കാരണം ന്യൂസ് 18 ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് കൃത്യമായ നന്ദി തോമസ് ചേട്ടൻ അടക്കമുള്ള കർഷകരും അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരും പറയുകയുണ്ടായി. കൃത്യമായ ന്യായമായ നഷ്ടപരിഹാരം ആ കർഷകന് നൽകുമെന്നുള്ളൊരു ഉറപ്പാണ് മന്ത്രി നൽകിയത്. ചിങ്ങം പുലരുകയാണ്, കർഷക ദിനം ഇങ്ങടുത്തെത്താറായി. ആ സമയത്താണ് ഒരു കർഷകൻ്റെ കണ്ണീര് മൂവാറ്റുപുഴ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ ആ കർഷകൻ്റെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അത് തുടയ്ക്കാനുള്ള കണ്ണീര് തുടയ്ക്കാനുള്ള ഒരു ഇടപെടൽ കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഉറപ്പാണ് മന്ത്രി നൽകിയത്. ഇനി ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് പൂർണ്ണമായും ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും മനുഷ്യത്വപരമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്. ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം കർഷകൻ്റെ വിയർപ്പ് അധ്വാനവും അത് മലയാള മണ്ണിനെ സംബന്ധിച്ച് ഏറെ പ്രധാനം തന്നെയാണ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രഭാത കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക. നമസ്കാരം.